ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ക്ലബ്ബാണ് ലയൺസ് ക്ലബ്ബ് ഓഫ് ചന്ദ്രഗിരി. ആദ്യകാല പ്രസിഡന്റുമാർ ചാർട്ടർ പ്രസിഡന്റ് ജലീൽ മുഹമ്മദ് തിരികൊളുത്തിയ ഈ പ്രസ്ഥാനം നസീർ ടി കെ രണ്ടാമതായി പ്രസിഡൻ്റായി വരികയും ഒരുപാട് പ്രവർത്തനങ്ങൾ അദ്ദേഹം കാഴ്ചവെക്കുകയും വെള്ളപ്പൊക്ക കാലങ്ങളിൽ പല സ്ഥലങ്ങളിലും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും വെള്ളത്തിൽ മുങ്ങിയ സ്ഥലങ്ങളിലൊക്കെ സന്ദർശിച്ച് അവർക്ക് വേണ്ട സാന്ത്വനങ്ങൾ ചെയ്തു കൊടുക്കാൻ അന്നത്തെ പ്രസിഡന്റിന് സാധിച്ചിട്ടുണ്ട്. പിന്നെ വന്ന നമ്മുടെ CL റഷീദാജി നമ്മുടെ എല്ലാവരുടെയും ഒരു യുവജന പ്രസ്ഥാനത്തിൻ്റെ ഒരു നട്ടെല്ലാണ് അദ്ദേഹം. ജില്ലാ പഞ്ചായത്തിലൊക്കെ മത്സരിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗിൻ്റെ ഒരു അനിശ്വരനായ നേതാവാണ്. തീർച്ചയായും അദ്ദേഹം ലയൺസ് ക്ലബിൻ്റെ പ്രസിഡൻ്റായ സമയത്ത് എല്ലാ മാസങ്ങളിലും 1, 2, 3 GB കൂടി ലയൺസ് ക്ലബിനെ ഒന്നും കൂടി ഉന്നതിയിലേക്ക് എത്തിക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കുകയുണ്ടായി. ലയൺസിൻ്റെ പ്രവർത്തനത്തിന് ഇന്നിവിടെ നമ്മുടെ എല്ലാ പ്രവർത്തനത്തിനും ചുക്കാൻ പിടിക്കുന്ന ഷെരീഫ് കാപ്പിൽ, കൂടാതെ ഡോക്ടർ ലയൺ കെ ഗോപി അഞ്ചേവ്, എല്ലാവർക്കും സുപരിചിതനായ നമ്മുടെ വേണുഗോപാൽജി, മധുസൂദനൻ, ശ്രീകണ്ഠൻ, കുഞ്ഞിക്കണ്ണൻ, അത് ബാക്കിയില്ലല്ലോ. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരിമാരെ, ലയൺസ് ക്ലബ്ബ് എന്തെന്നാൽ എന്താണെന്ന് കാസർഗോഡിന് കാണിച്ചു കൊടുത്ത ഒരു ലയൺസ് ക്ലബ്ബാണ് ചന്ദ്രഗിരി ലയൺസ് ക്ലബ്ബ്. ഒരു ലയൺസിൻ്റെ പ്രവർത്തനം എന്തെന്ന് കാണിച്ചു കൊടുക്കാൻ അതിനുശേഷം ലയൺസ് ക്ലബ്ബ് വന്നതിന് ശേഷം ഒട്ടേറെ ലയൺസ് ക്ലബ്ബ് നമ്മുടെ കാസർഗോഡ് രൂപം കൊണ്ടു. അതിൻ്റെ പ്രചോദനമായിരുന്നു നമ്മുടെ ചന്ദ്രഗിരി ലയൺസ് ക്ലബ്ബ്. ലയൺസ് ക്ലബിൻ്റെ പ്രവർത്തനം എന്തെന്ന് വെച്ചാൽ നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞ അതേ ഒരു ഫോമാറ്റിൽ തന്നെയാണ് നമ്മൾ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. ഫ്രീ ആംബുലൻസ് സർവീസ്, അതുപോലെ തന്നെ ഞങ്ങളുടെ ഡയാലിസിസ് സെൻറ്റർ, പിന്നെ വീട് നിർമ്മാണം, ഇങ്ങനെയുള്ള ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളിലാണ് ലയൺസ് ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഏകോപിച്ചു കൊണ്ടുവരുന്നത്. അപ്പോൾ ചില ആൾക്കാർ പറയും ലയൺസ് ക്ലബിന് കഴിഞ്ഞ വർഷം കാര്യമായ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അതിൻ്റെ യഥാർത്ഥ വിഷയം എന്താ വെച്ചാൽ ലയൺസ് ക്ലബ്ബ് ചന്ദ്രഗിരി ഇത്രയും കാലം കേരളത്തിലോ അല്ലെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിലോ എന്തെങ്കിലും ഡിസാസ്റ്റർ ഉണ്ടെങ്കിൽ ആദ്യം എത്തുന്നത് ചന്ദ്രഗിരി ലയൺസിൻ്റെ കയ്യൊപ്പാണ് അവിടെ. ഞങ്ങൾ പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾക്ക് ദൈവം തന്ന അനുഗ്രഹമാണ് അത്തരത്തിലുള്ള ഒരു ഡിസാസ്റ്റർ നമ്മുടെ നാടിന് എൻ്റെ പീരീഡിൽ വരാത്തത് ഞങ്ങളൊരു അനുഗ്രഹമായി കാണുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രവർത്തനത്തിലേക്ക് നമുക്ക് കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. പക്ഷേ ലയൺസ് ക്ലബ്ബ് ഓഫ് ചന്ദ്രഗിരിയുടെ പൂർവ്വകാല പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് ജലീൽ ഖാൻ്റെ കാലം തൊട്ട് നമ്മുടെ റഷീദാജിയുടെ കാലം തൊട്ട് നൗഷാദിൻ്റെ ക്യാപ്റ്റൻസിയിലും ഫറൂഖ് കാസ്മിയുടെയും അതേപോലെ തന്നെ ഷെരീഫ് കാപ്പിൻ്റെയും എല്ലാ ലയൺസ് ക്ലബിൻ്റെ പ്രമുഖ വ്യക്തികളുടെയും ക്യാപ്റ്റൻസിയിൽ നമുക്ക് നമ്മുടെ നാടിന് അനുഭവിച്ചറിഞ്ഞതാണ്. അപ്പം നമ്മളിപ്പോഴും നമ്മുടെ പ്രത്യേക സൗകര്യമായ, ഞാൻ എപ്പോഴും ഈ ലയൺസ് ക്ലബിൽ എൻ്റെ പ്രവർത്തനത്തിന് എനിക്ക് ഊർജം നൽകിയിരുന്നത് നമ്മുടെ ജലീൽ ചയും OK സാഹിബുമാണ്. അവരുടെ ആംബുലൻസ് പ്രവർത്തനം കഴിഞ്ഞ ഇതല്ല, ഇതിന് മുമ്പുണ്ടായിരുന്ന ആംബുലൻസ് പ്രവർത്തനങ്ങളാണ്. ഇനി നിങ്ങൾക്ക് കാലിക്കറ്റിലേക്ക് പോകണം, മംഗലാപുരം പോകണം, എറണാകുളം പോകണം, പക്ഷെ ജലീൽ ച റെഡിയാണ്, ഇല്ലെങ്കിൽ OK മുഹമ്മദ് സാഹിബ് റെഡിയാണ്. അദ്ദേഹം ഈ പറയപ്പെടുന്ന പാവപ്പെട്ടവരുടെ ഡ്രൈവറായിട്ടാണ് ഇവർ നമ്മുടെ ക്ലബിൽ. ഞങ്ങൾക്ക് ഡ്രൈവറില്ല, ഞങ്ങൾക്ക് ആംബുലൻസിന് വി ഡോണ്ട് ഹാവ് എനി ഡ്രൈവർ. ഞങ്ങളെ ലയൺ തന്നെയാണ് ഞങ്ങളെ ഈ വണ്ടികളൊക്കെ ഞങ്ങൾ നിയന്ത്രിച്ചിരുന്നത്. അപ്പം അതിന് കൂടാതെ അവർ പോകുന്ന സമയത്ത് ആർക്കെങ്കിലും സാമ്പത്തിക സഹായം അത് അവരെ പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുക്കാമെന്ന് ഞങ്ങളോട് പറയില്ല ക്ലബിനോട്. ലയണിസ്റ്റിക് വർഷത്തിൽ ട്രഷറർ എന്ന പുതിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിന് മുമ്പ് സെക്രട്ടറി എന്ന നിലയിൽ നടത്തിയ പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് എൻ്റെ ജീവിതത്തിലെ അഭിമാന നിമിഷങ്ങളിലൊന്നാണ്. ലയൺസ് ക്ലബ്ബ് ഓഫ് ചന്ദ്രഗിരിയുടെ പ്രത്യേകത, ലോകത്ത് നിരവധി ലയൺസ് ക്ലബ്ബുകളുണ്ട്.
എന്നാൽ ലയൺസ് ക്ലബ്ബ് ഓഫ് ചന്ദ്രഗിരി വ്യത്യസ്തമാണ്. ഞങ്ങൾ വിശ്വസിക്കുന്നത് യോഗങ്ങൾ കൊണ്ടല്ല, ഒരു ക്ലബ്ബ് മഹത്തരമാകുന്നത് മനുഷ്യരുടെ ജീവിതത്തിൽ മാറ്റം സൃഷ്ടിക്കുന്ന സേവന പ്രവർത്തനങ്ങളിലൂടെയാണ്. ഞങ്ങളുടെ ശക്തി സമ്മേളനങ്ങളിലല്ല, ആശുപത്രികളിലാണ്, പാവപ്പെട്ട വീടുകളിലാണ്, വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങളിലാണ്, രോഗികളുടെ പ്രതീക്ഷകളിലാണ്, ആശ്രയമില്ലാത്തവരുടെ കണ്ണീരിലാണ്. അതാണ് ലയൺസ് ക്ലബിൻ്റെ യഥാർത്ഥ മുഖം. മറ്റെല്ലാ വർഷങ്ങളെയും പോലെ ഈ വർഷവും സമൂഹത്തിൻ്റെ കണ്ണീരൊപ്പാനും പ്രതീക്ഷ പകരാനും നിരവധി ജീവൻ സേവന പ്രവർത്തനം നടത്താൻ ഞങ്ങളുടെ ക്ലബിന് സാധിച്ചു. ഓരോ പ്രവർത്തനത്തിന് പിന്നിലും അനേകം മനുഷ്യരുടെ കഥകളും അനുഗ്രഹങ്ങളും ഒളിഞ്ഞിരിക്കുന്നു. സമയപരിധി കാരണം എല്ലാ പ്രവർത്തനങ്ങളും വിശദമായി അവതരിപ്പിക്കാൻ കഴിയാത്തതിനാൽ ഈ വർഷത്തെ പ്രധാനപ്പെട്ട സേവന പ്രവർത്തനങ്ങൾ മാത്രമാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഡോക്ടേഴ്സ് ദിനത്തിൻ്റെ ഭാഗമായി മനുഷ്യജീവൻ രക്ഷിക്കുന്ന മഹത്തായ ദൗത്യം ജീവിത സമർപ്പണമായി ഏറ്റെടുത്ത ആരോഗ്യരംഗത്തെ മഹത് വ്യക്തിത്വങ്ങളെ ആദരിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രമുഖ മുതിർന്ന ഡോക്ടർ ഫസൽ റഹ്മാനെ നമ്മുടെ ക്ലബ്ബ് ആദരിച്ചു. ഒരു ഡോക്ടർ ചികിത്സ നൽകുന്നത് രോഗത്തിന് മാത്രമല്ല, പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ്റെ ജീവിതത്തിനാണ് എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തിയ ഈ ആദരവ് സമൂഹത്തിനായി നിസ്വാർത്ഥമായി സേവനം ചെയ്യുന്ന ആരോഗ്യ പ്രവർത്തകരോടുള്ള നമ്മുടെ ക്ലബിൻ്റെ ആദരവും നന്ദിയും പ്രകടിപ്പിക്കുന്നതായിരുന്നു. ഈ പരിപാടിയുടെ മനുഷ്യത്വത്തിൻ്റെ കാവൽക്കാരനായ ഡോക്ടർമാരെ ആദരിക്കുന്നത് സമൂഹത്തോടുള്ള നമ്മുടെ കടപ്പാടിൻ്റെ ഭാഗമാണെന്ന് ക്ലബ്ബ് വീണ്ടും ഒരിക്കൽ കൂടി തെളിയിച്ചു. ചാർട്ടേഡ് അക്കൗണ്ട്സ് ദിനത്തിൻ്റെ ഭാഗമായി രാജ്യത്തെ സാമ്പത്തിക സംവിധാനത്തിനും വ്യവസായ വളർച്ചയ്ക്കും നികുതി നിയമങ്ങളുടെ സുതാര്യമായ പാലനത്തിനും നിർണായക സംഭാവനകൾ നൽകുന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരുള്ള ആദരസൂചകമായി സാമ്പത്തിക രംഗത്ത് മാതൃകാപരമായ സേവനം അനുഷ്ഠിച്ച പ്രമുഖ ചാർട്ടേഡ് അക്കൗണ്ടന്റ് കെ സുബ്രഹ്മണ്യ പ്രഭുവിനെ നമ്മൾ ക്ലബ്ബ് ആദരിച്ചു. സാമ്പത്തിക അച്ചടക്കവും സുതാര്യതയും ഒരു രാജ്യത്തിൻ്റെ വളർച്ചയുടെ അടിത്തറയാണ്. ആ അടിത്തറ ശക്തിപ്പെടുത്തുന്നതിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരുടെ പങ്ക് അതുല്യമാണ് എന്ന സന്ദേശം സമൂഹത്തിന് എത്തിക്കുകയായിരുന്നു ഈ ആദരവ്. സമൂഹത്തിൻ്റെയും വ്യവസായ ലോകത്തിൻ്റെയും സാമ്പത്തിക വിശ്വാസ്യത ഉറപ്പാക്കുന്നതിൽ നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന പ്രൊഫഷണലുകളെ ആദരിക്കുന്നതിലൂടെ സേവനം എന്നത് ആരോഗ്യരംഗത്ത് മാത്രമല്ല, സാമ്പത്തിക രംഗത്തും സമൂഹ നിർമ്മാണത്തിനും ഒരുപോലെ പ്രാധാന്യമുള്ളതാണെന്ന് നമ്മുടെ ക്ലബ്ബ് ഒരിക്കൽ കൂടി തെളിയിച്ചു. ഈ പരിപാടിക്ക് അധ്യക്ഷനുണ്ടോ എന്നറിയില്ല. എന്നിരുന്നാലും ഇതിൻ്റെ ഇപ്പോൾ പറയുന്ന അനൗൺസറായിരിക്കുമല്ലോ പറയുന്നത്. അതുകൊണ്ട് ആരാണ് അധ്യക്ഷനെന്ന് പറയാൻ എനിക്ക് സാധ്യമല്ല. പ്രിയപ്പെട്ട ലയൺ ടൈറ്റസ് തോമസ് ഡിസ്ട്രിക്ട് ഗവർണർ, അതുപോലെ നമുക്കെല്ലാവർക്കും പരിചിതനായ MP ഷാഫി സാഹിബ് ഉൾപ്പെടെയുള്ള ലയൺസ് ക്ലബിൻ്റെ നേതൃനിരയിലും അതിലംഗങ്ങളുമായ നല്ലവരായ നാട്ടുകാരെ, നിങ്ങളുടെ കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, ലയൺസ് ക്ലബ്ബ് പഴയകാലം മുതൽ കേട്ട് പരിചയിച്ചൊരു ക്ലബ്ബാണ്. പഴയ ചെറുപ്പം മുതൽ ആ കാലങ്ങളിൽ സമൂഹത്തിലെ ക്രീമിയിലേർപ്പെട്ട വിഭാഗമായിരുന്നു ലയൺസ് ക്ലബ്ബ്, റോട്ടറി ക്ലബ്ബ് ഇതുപോലുള്ള ക്ലബ്ബുകളിലെ അംഗങ്ങൾ. സാധാരണക്കാരെ പലരും മറ്റു നാട്ടുകളിലെ ചെറിയ ചെറിയ ക്ലബ്ബുകളിൽ അംഗങ്ങളായിരുന്ന സമയത്ത് ലയൺസ് ക്ലബ്ബ് പറയുമ്പോൾ ഡോക്ടർമാരും എഞ്ചിനീയർമാരും അധ്യാപകരും, അത് സ്കൂൾ അധ്യാപകരുണ്ടായിരുന്നില്ല, കോളേജ് അധ്യാപകർ, അപ്പോൾ ആ രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു സംഘടന ഇന്ന് കാരുണ്യ രംഗത്ത് പല മേഖലകളിൽ, അതായത് വിദ്യാഭ്യാസത്തിന് വേണ്ടിയും മറ്റ് കാരുണ്യ പ്രവർത്തനങ്ങളിലും മുന്നിട്ട് നിൽക്കുന്ന ഒരു സംഘടനയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നാം എല്ലാവരും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പഴയതുപോലെ സമൂഹത്തിലെ ഏറ്റവും ക്രീമിയിലേറിൽ നിന്ന് കുറച്ച് താഴോട്ട് നിന്ന് അതിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സംഘടനയായി മാറിയിരിക്കുന്ന മറ്റ് ഞാൻ പറയുന്നത് നാടൻ ക്ലബ്ബുകളിൽ നിന്ന് വ്യത്യസ്തമായി സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നവർ ഒത്തുചേരുന്നതിന് വേണ്ടിയുള്ള ഒരു
ഒരു സംവിധാനമായിരുന്നു ആദ്യഘട്ടങ്ങളിൽ ലയൺസ് ക്ലബ്ബെങ്കിൽ. ഇന്ന് അതോടൊപ്പം കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി വരുന്ന ഒരു സംഘടനയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അത് വളരെ നല്ലതാണ്. ഇപ്പോൾ പറഞ്ഞ പോലെ ലഹരി കേരളത്തിനായി തൂഫാൻ വാരിയർമാരായി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം ഈ ലയൺസ് ക്ലബിലും ഉണ്ട് എന്ന് അറിയാൻ സാധിച്ചു. അതുപോലെ എല്ലാ വിഭാഗങ്ങളിലും ഇപ്പോൾ ലഹരിമുക്ത കേരളത്തിനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പം നമ്മുടെ സമൂഹത്തെ ഏറ്റവും കൂടുതൽ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ലഹരി. അപ്പോൾ അതിനെ ഇല്ലാതാക്കാനും അതുപോലെ ദുരന്തങ്ങളുണ്ടാകുമ്പോൾ അവിടെ ഓടിയെത്തിക്കൊണ്ട് സഹായം ഹസ്തങ്ങൾ നീട്ടുന്നതിനും അതേപോലെ മറ്റ് കാര്യം ഭവനമില്ലാത്തവർക്ക് ഭവനങ്ങൾ നിർമ്മിച്ച് നൽകുന്നതിനും വിദ്യാഭ്യാസത്തിന് വേണ്ടി ധനസഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടി മുന്നിട്ട് നിൽക്കുന്ന ഒരു സംഘടനയായി മാറിക്കൊണ്ടിരിക്കുന്ന. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, സാധാരണ ഒരു ക്ലബ്ബ് മറ്റോ ആണെങ്കിൽ ഒന്നോ രണ്ടോ പേർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന സഹായങ്ങളെക്കാൾ കൂടുതൽ സമൂഹത്തിലെ ഉന്നതർ ഒത്തുചേർന്നുള്ള ഒരു സംഘടനയ്ക്ക് കൂടുതലായി ചെയ്യാൻ പറ്റുമെന്നത് യാഥാർത്ഥ്യമാണ്. കാരണം അതിനുവേണ്ട സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്താൻ ഈ ക്ലബിലെ അംഗങ്ങൾക്ക് സാധിക്കും. അപ്പോൾ അത് ഈ ചന്ദ്രഗിരി ലയൺസ് ക്ലബ് ഓഫ് ചന്ദ്രഗിരി വളരെ ഭംഗിയായി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ അതോടൊപ്പം ഓർമ്മ വരുന്നത്, ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സിനിമ ഇറങ്ങിയിരുന്നു, ബ്രാഞ്ചാട്ട്. അതിൽ മമ്മൂട്ടി ലയൺസ് ക്ലബിൻ്റെ മെമ്പറായി. വിദ്യാഭ്യാസമില്ല എന്നിരുന്നാലും വലിയൊരു സമ്പന്നനാണ്. അവിടെ വെച്ച് അദ്ദേഹത്തെ പ്രകോപിപ്പിക്കുന്നതിന് അദ്ദേഹത്തിൻ്റെ ബാല്യകാല സുഹൃത്തായിരുന്ന ഒരു ഡോക്ടർ അരിപ്രാഞ്ച് എന്ന് പറഞ്ഞ് എല്ലാവർക്കും ഓർമ്മയുണ്ടാവില്ല. അപ്പോൾ അതുപോലുള്ള സംഭവങ്ങളും പലപ്പോഴും ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതെല്ലാം എന്നിരുന്നാലും നല്ല രീതിയിൽ, ഞാനൊരു വിമർശനം പറഞ്ഞതല്ല, തമാശക്ക് പറഞ്ഞതാണ്. അപ്പോൾ എല്ലാവരും തമാശക്കാരല്ല. എന്നിരുന്നാലും ഇതുപോലുള്ള സംഭവങ്ങൾ ഒരു പക്ഷേ ഈ ക്രീമി ലെയറിൻ്റെ ഒത്തുചേരലിൽ ഒരു പക്ഷേ ഉണ്ടായിരിക്കാം. അതിപ്പോൾ നല്ല പഠിക്കുന്ന വിദ്യാർത്ഥികൾ IIT-യിലും എയിംസിലും ഒക്കെ അഡ്മിഷൻ ലഭിച്ചാൽ മറ്റ് സമൂഹത്തിൽ കുറച്ച് താഴെ തട്ടിലുള്ള വിദ്യാർത്ഥികൾ ഇതുപോലുള്ള സ്ഥാപനങ്ങളിലെത്തിയാൽ അവരെ ടോർച്ചർ ചെയ്യുന്ന രീതിയിലുള്ള സംഭാഷണങ്ങളും അതിന് ഒരു ഇൻ്റലക്ച്വൽ അറഗൻസി എന്ന് പറയുന്ന രീതിയിൽ പല IIT-കളിലും എയിംസിലുമൊക്കെ ആത്മഹത്യകൾ കൂടി വരുന്നത് ആ രീതിയിലുള്ള പെരുമാറ്റം കൊണ്ടാണ്. അപ്പോൾ അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളായിരിക്കണം ഈ കാരുണ്യ പ്രവർത്തനത്തോടൊപ്പം ഈ കൂട്ടായ്മയ്ക്ക് ഉണ്ടാകേണ്ടത് എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയിക്കുന്നു. Kindly come forward to receive the award. Thank you so much, MP Shafi Haji. And now I would like to invite Lion MT Zubair to receive the Best Business Award in appreciation of his remarkable achievements in the business sector. May I now invite Lion Musa Sharif to receive the special award in recognition of his valuable contributions and dedicated service.
Thank you everyone. Now, thank you so much everyone. Good evening, everyone. My name is Ariba Shannar. So my role here is to give a short introduction about our district governor, Lion Titus Thomas. നമ്മുടെ പ്രിയങ്കനായ ഷാഫി നാലപ്പാട് വെയിറ്റ് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ടീമംഗങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ റീജിയൻ ചെയർപേഴ്സൺ ലയൻ ശ്രീകണ്ഠൻ, അതുപോലെ സോൺ ചെയർപേഴ്സൺ ലയൻ കണ്ണൻ, അവരൊക്കെ ഈ ക്ലബിനെ നയിക്കാൻ കൂടി ഉണ്ടാവും. വളരെ ശക്തരായ ലീഡർഷിപ്പ് ഇതിനു മുമ്പ് ഈ ക്ലബിലുണ്ടായ ചരിത്രമൊക്കെ ലയൻ ഷെരീഫ് കാപ്പിൽ വിശദമായി ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. കഴിഞ്ഞ 10 വർഷക്കാലം 2016 ആരംഭിച്ച ഈ ക്ലബ്ബ് 10 വർഷത്തിലെത്തി നിൽക്കുമ്പോൾ ഒട്ടേറെ സേവന പ്രവർത്തനങ്ങൾ കാസർഗോഡും അതുപോലെ തന്നെ മറ്റു ജില്ലകളിലേക്ക് വ്യാപിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയത്. ഇവിടുത്തെ നമ്മുടെ സെക്രട്ടറി മുസ്തഫ, ലയൻ മുസ്തഫ ഒരു സുദീർഘമായ ഒരു റിപ്പോർട്ട് ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. അദ്ദേഹം അത് വായിക്കുമ്പോൾ എനിക്ക് തോന്നിയത് അടുത്ത വർഷത്തെ സെക്രട്ടറി ഒരു അരമണിക്കൂറെങ്കിലും ഇത് വായിക്കുമെന്നുള്ളതാണ്. കാരണം ഈ വർഷം ചെയ്യുന്നതിൻ്റെ ഇരട്ടി പ്രോഗ്രാമും പ്രോജക്റ്റുകളും സർവീസൊക്കെ ആയിരിക്കും അടുത്ത വർഷം നടത്തുക. അപ്പോൾ ഇതൊരു വലിയ പ്രസ്ഥാനത്തിൻ്റെ, പ്രത്യേകിച്ച് കാസർഗോഡ് മേഖലയിൽ ലയൺസ് എന്താണെന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുവാനും ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുവാനും സഹായം എന്താണ്, എവിടെയൊക്കെയാണ് ആവശ്യമെന്നുള്ളത് കണ്ട് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരു ക്ലബ്ബ് ചന്ദ്രഗിരി ക്ലബ്ബ്. നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിൽ തലങ്ങും വിലങ്ങും ചന്ദ്രഗിരി ക്ലബിൻ്റെ പേര് വെച്ചുകൊണ്ടുള്ള ആംബുലൻസ് ഓടുകയും അതോടൊപ്പം തന്നെ കാസർഗോഡ് മാലിക് ദിനാർ ഹോസ്പിറ്റലിൽ ഇന്ന് അവർ നടത്തുന്ന ഡയാലിസിസ് പ്രോജക്റ്റുകളും അതുപോലെ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ കഴിവില്ലാത്തവർക്ക് ഭക്ഷണം എത്തിക്കുകയും അങ്ങനെ ഒട്ടനവധി സേവന പ്രവർത്തനങ്ങളാണ്. വീടില്ലാത്തവർക്ക് വീട്. ഞാൻ GLT കോർഡിനേറ്റർ ആയിരുന്ന സമയത്ത്, അതേപോലെ GST കോർഡിനേറ്റർ ആയ സമയത്ത് ചന്ദ്രഗിരി ക്ലബ്ബ് ഒരു വർഷം 15ഓളം വീടുകൾ നിർമ്മിച്ച് കൊടുത്തതായിട്ടുള്ളത്. അതിന് കൂടെ നിന്ന് ഇതിൻ്റെ താക്കോൽ ദാനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ മഹമൂക്കിനെ കാണുന്നില്ലല്ലോ, നൗഷാദ് ഭായി ബാംഗ്ലൂരാണ്. അപ്പോൾ ഇവിടെ പേരെടുത്ത് പറയാൻ ഒട്ടനവധി ലീഡേഴ്സ് ഇവിടെയുണ്ട്. പാസ്റ്റ് പ്രസിഡന്റുമാരെ ഞാൻ അംഗീകരിക്കുകയാണ്. അവരെ ഈ അവസരത്തിൽ ഞാൻ അവരുടെ സേവന പ്രവർത്തനങ്ങൾക്ക്, അവരെ ഇതിനുവേണ്ടി ചെലവഴിച്ച സമയങ്ങൾക്കൊക്കെ അവരെ ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. വളരെയേറെ സാഹചര്യങ്ങളുള്ള ഒരു ക്ലബ്ബാണ് ചന്ദ്രഗിരി ക്ലബ്ബ്. ശരിക്കും പറഞ്ഞാൽ നല്ല പൊട്ടൻഷ്യലുള്ള, സാമ്പത്തികമായി ഭദ്രതയുള്ള ഒരു കൂട്ടം വ്യക്തിത്വങ്ങളുടെ, അല്ലെങ്കിൽ ഈ സമൂഹത്തിലെ സമുന്നതരായ വ്യക്തിത്വങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ പ്രതീകമായിട്ടാണ് ചന്ദ്രഗിരി ക്ലബിനെ ഞാൻ മനസ്സിലാക്കുന്നതും കാണുന്നതും. ഒരു തരത്തിൽ മറ്റൊരു തരത്തിൽ വിവിധങ്ങളായ കഴിവുകളുള്ള ആൾക്കാരുണ്ട്. അത് സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും രാഷ്ട്രീയമായിട്ടൊക്കെ കഴിവുകളുള്ള ആൾക്കാരാണ് നമ്മുടെ ഈ ക്ലബിലുള്ളത്. അതിൻ്റെ ഒരു ഉത്തമോദാഹരണമാണ് ഇന്നത്തെ ഈ ഇൻസ്റ്റലേഷൻ പ്രോഗ്രാമിലേക്ക് നമ്മുടെ പ്രമുഖനായ, അല്ലെങ്കിൽ നമ്മളേറെ സ്നേഹിക്കുന്ന കാസർഗോഡിൻ്റെ പ്രിയങ്കരനായ MLA മായിൻ കല്ലട്ര സാഹിബ് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ രാഷ്ട്രീയമായി അല്ലെങ്കിൽ സമൂഹത്തിൽ സേവനം ചെയ്യുന്നതിന് നമുക്ക് സാമൂഹ്യ പിന്തുണ കൂടെ ആവശ്യമുണ്ടെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തെ ഇവിടെ ക്ഷണിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒപ്പം തന്നെ ഇവിടെ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഇവിടെ എത്തേണ്ടതാണ്, എന്തോ തിരക്ക് കാരണമായിരിക്കും അദ്ദേഹം ഇവിടെ എത്താതിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ കാസർഗോഡ് മേഖലയിൽ നിങ്ങൾ വെറും ലയൺസ് മാത്രമല്ല, കാസർഗോഡിൻ്റെ എല്ലാ മേഖലകളിലേക്കും വ്യാപിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും അവരുടെ സജീവ പങ്കാളിത്തവും ഇവിടെ പ്രതീക്ഷിക്കുന്നു എന്നതിലേറെ സന്തോഷമുണ്ട്. അടുത്ത ഒരു വർഷക്കാലം ഈ ഡിസ്ട്രിക്റ്റിൻ്റെ നേതൃത്വത്തിലേക്ക്, ഡിസ്ട്രിക്ട് ഗവർണർ എന്ന നിലയിലേക്ക് ഞാൻ സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ ഈ ഡിസ്ട്രിക്റ്റിലെ 172ഓളം ക്ലബ്ബുകൾ ഏറ്റവും കൂടുതൽ സേവന പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട്, അതുമാത്രം നമ്മുടെ സർവ്വനാപ്തവാക്യം മുന്നിൽ നിർത്തിക്കൊണ്ട് പ്രവർത്തിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ക്ലബിനെ കൂടുതൽ ഊർജ്ജസ്വലമാക്കുക, അവരെ പ്രവർത്തിക്കാൻ സന്നദ്ധരാക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. എൻ്റെ സ്ലോഗൻ തന്നെ ലീഡ് വിത്ത് ലവ്, സെർവ് വിത്ത് സ്മൈൽ. നിങ്ങളുടെ ആ ഒരു ലീഡർഷിപ്പ് സ്നേഹത്തോടെ ആവട്ടെ, സന്തോഷത്തോടെ ആവട്ടെ നിങ്ങളുടെ സേവനം എന്നുള്ളതാണ് എൻ്റെ മനസ്സിലുള്ളത്. ഒട്ടേറെ സേവന പ്രവർത്തനങ്ങൾ അടുത്ത വർഷം നടപ്പിലാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. വീടില്ലാത്തവർക്ക് വീട്, അംഗവൈകല്യമുള്ളവർക്ക് കാല് നഷ്ടപ്പെട്ടവർക്ക് കാല് വെച്ച് കൊടുക്കുക, അതുപോലെ തന്നെ ഡയാലിസിസ് സെൻ്ററുകൾ തുടങ്ങുക, 100ഓളം അംഗനവാടിക്ക് അവരുടെ റിനോവേഷന് വേണ്ടിയിട്ട് സാമ്പത്തിക സഹായം ചെയ്യുക,
വീൽ ചെയർ നൽകുക, അങ്ങനെ ഒട്ടനവധി സേവന പ്രവർത്തനങ്ങളാണ് അടുത്ത വർഷം നടപ്പിലാക്കുന്നത്. അതിനുവേണ്ടി പ്രവർത്തിക്കുവാൻ ചന്ദ്രഗിരി ക്ലബിൻ്റെ മുഴുവൻ പ്രവർത്തകർക്കും ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, ആഗ്രഹിക്കുകയാണ്. കൂടുതൽ സേവന പ്രവർത്തനങ്ങൾ ചെയ്യാൻ നിങ്ങൾക്കാവട്ടെ. ഞാനിവിടെ വരുമ്പോൾ ഞാൻ എൻ്റെ പ്രസിഡൻറ്റിനോടും അതുപോലെ തന്നെ നമ്മുടെ പ്രോഗ്രാം ഡയറക്ടറോടും ഞാൻ ചോദിച്ചു, എനിക്ക് എത്ര സമയം നിങ്ങൾ നൽകുന്നു? അപ്പോൾ 15 മിനിറ്റ് എന്നാണ്. അപ്പോൾ ഞാൻ ഈ 15 മിനിറ്റ് കൊണ്ട് എൻ്റെ അസൈൻമെൻറ്റ് ഡ്യൂട്ടി ഞാൻ തീർക്കാൻ പോവുകയാണ്. ഞാൻ എൻ്റെ ഡ്യൂട്ടിയിലേക്ക് കടക്കുന്നു. ഞാൻ പ്രസിഡൻറ്റിനെ ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ ലയൻ ഷാഫി നാലപ്പാടിനെ വരുന്ന വഴിയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് കണ്ടിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത വർഷത്തെ കുറച്ച് എൻ്റെ ലക്ഷ്യങ്ങളും എൻ്റെ പ്രവർത്തനത്തിൻ്റെ രീതിയൊക്കെ ഞാൻ അദ്ദേഹത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ക്ലബിലെ പ്രവർത്തകരോട്, ക്ലബിൻ്റെ മെമ്പർമാരോട് അദ്ദേഹം പറയുന്നതായിരിക്കും. ഇവിടെ ഒരു ലയൻസിനെ കുറിച്ച് ക്ലാസ് എടുക്കാനൊന്നും സമയമില്ല. അപ്പോൾ ഈ അവസരത്തിൽ എൻ്റെ ഡ്യൂട്ടി ഇന്നിവിടെ സ്ഥാനാരോഹണം ചെയ്യപ്പെടുന്ന എൻ്റെ മെമ്പർമാർക്ക് അവർക്ക് ആവശ്യമായ ഓത്തെടുക്കുക എന്നാണ്. അപ്പോൾ അതിന് മുതിരുകയാണ്. അതിനു മുമ്പായി എന്നെ ഇവിടെ പരിചയപ്പെടുത്തിയ മിസ്സസ് ആയിഷ അരീബ. Before we proceed with the installation ceremony, with the kind permission of our installing officer, we would like to have a brief presidential awards presentation. I'm sorry to interfere. Okay. ഈ ക്ലബിന് ഞാൻ പറഞ്ഞാൽ ഇവിടെ കുറച്ച് പ്രോട്ടോകോൾ പ്രശ്നങ്ങളുണ്ട്. ഞാൻ എന്ത് കാര്യങ്ങളും വെട്ടിത്തുറന്ന സ്വഭാവമുള്ള ഒരാളാണ്. കുറേ കാര്യങ്ങൾ കൃത്യമായി പ്രോട്ടോകോൾ പാലിക്കാനും അതുപോലെ തന്നെ ലയൻസിൻ്റെ കോഡ് ഓഫ് എത്തിക്സ് അല്ലെങ്കിൽ നമ്മുടെ പ്രോട്ടോകോളൊക്കെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഈ ലയൻസിൻ്റെ മീറ്റിങ്ങുകളൊക്കെ കണ്ടക്ട് ചെയ്യാനും അത് പ്രൊസീഡ് ചെയ്യാനൊക്കെ. അപ്പോൾ അതിന് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക്കായി കൊണ്ടുവരാനുണ്ട്. അപ്പോൾ അതിലൊരു ഓറിയൻറ്റേഷൻ ഈ അടുത്ത് തന്നെ നമ്മുടെ ക്ലബിന്, ചന്ദ്രഗിരി ക്ലബിന് നൽകുന്നതായിരിക്കും. അടുത്ത വർഷം ഞാൻ ഗവർണറായി വരുമ്പോൾ എനിക്ക് ഗവർണേഴ്സ് വിസിറ്റിന് ഞാൻ ഈ ക്ലബിലേക്ക് നിങ്ങൾ ക്ഷണിക്കുകയാണെങ്കിൽ അടുത്ത വർഷത്തെ മീറ്റിംഗ് വളരെ പ്രോപ്പറായിട്ട്, വളരെ എന്താ പറയുക, പക്ക ലയൻ ഷാഫി അവിടെ പ്രസിഡൻ്റായിട്ട് വരുന്ന ലയൻ ഷാഫി, അദ്ദേഹത്തോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് ഒരു നല്ല ഓറിയൻറ്റേഷൻ നടക്കാൻ. അതിന് ഞാൻ നമ്മുടെ പ്രിയങ്കരനായ ലയൻ വേണുമാഷെ അതിനുവേണ്ടി നിയോഗിക്കുകയും കൂടി ചെയ്യുകയാണ്. എന്നോട് എന്തെങ്കിലും രീതിയിലുള്ള ദേഷ്യമോ വിഷമോ തോന്നണ്ട. കാരണം നമ്മൾ വളരെ പങ്ക്ച്വാലിറ്റി അല്ലെങ്കിൽ ഡിസിപ്ലിൻഡ് ഒക്കെ ഓർഗനൈസേഷനാണ്. അപ്പോൾ അത് നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. ഓക്കെ, യു ക്യാൻ സ്റ്റാർട്ട് മാസ്റ്റർ സെറമണി. Okay. We are in the same family. There is no difference between us. Okay. Thank you so much. New president. I think he deserves a big introduction. An extraordinary, self-made global entrepreneur, passionate community builder, and the newly elected 11th president of the Lions Club of Chandragiri. Known for his vibrant, kind, and exceptionally pleasing personality, Shafi Nalapad is the leader who commands the room with a handsome, ever-smiling presence and an infectious enthusiasm. From building Nalapad Furnitures from the ground up as its managing director to shaping the industry as the state secretary of Furniture Manufacture and Merchant Welfare Association of Kerala, Shafi Nalapad journey is a masterclass in great innovation and allied business acumen. A well-traveled global citizen with a deeply rooted philanthropic heart, Shafi is fiercely socially committed to uplifting those around him. His relentless hands-on contributions to the society have earned him highly prestigious accolades, including Dr. APJ Abdul Kalam Study Center Award, Chandrika Business Excellence Award, KMCC, Madhivam and Darshana TV Awards. The melody he is driving, leading impactful humanitarian missions. Shafi lights up rooms as a passionate, melodious Mapila Pata singer, letting his warm, charmistic soul shine through music. Settled in the Kalanad area, his ultimate pride and anchor his beautiful family, his supportive wife, Kaulat Bibi, and their 5 children, Shirin Shahana, Shahla Parveen, Farhana Shirin, Fatima, and Muhammad Basit. A new era bringing a signature high-octane energy and a forward-thinking mindset. President Shafi Nalapad is set to bridge moral vision with life-changing community service. With his approachable charm and deep-seated dedication to the people, he doesn't just predict the future, he builds it with a smile. Let's welcome a truly dynamic leader for a brighter tomorrow. Please put your hands together for Shafi Nalapad. Escorting by Majid Vendichal and Asif. Please welcome to the stage 3 of you. Please put your hands together once again.
And please escort Secretary Lion Shafi Nellikunnu, also Dr. C. Mustafa. Please come forward. A. Nellikunnu, our elected secretary, the soul of an artist, the mind of a leader. Once again, please put your hands together for Shafi A. Nellikunnu. Tonight, it is my great privilege to introduce Mustafa City, widely recognized across the region through the trusted BRQ brand, a name that represents professionalism, integrity and excellence. His remarkable journey reached another milestone with the conferment of his doctorate recognizing his professional excellence and contribution to society. Leading a dedicated team of more than 100 professionals, he has established BRQ Associates as one of the region's most trusted names in taxation, financial consultancy and business advisory services. As we begin another year of service, our club's financial stewardship is entrusted to a leader known for precision, transparency, accountability and integrity. He brings the wisdom of an experienced professional, the heart of humanitarian and the vision of an inspiring leader to the office of treasurer. Ladies and gentlemen, fellow Lions, it is my honor to invite to the dais of our incoming treasurer, the visionary behind the trusted BRQ brand, Dr. Muhammad Mustafa City. ഇവിടെ ഇന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകാൻ പോകുന്നത് നമ്മുടെ ബഹുമാന്യനായ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ, മുഴുവൻ ഓഫീസ് ബെയറേഴ്സ് ഇവിടെ ഉണ്ട്. ഇനി നിങ്ങളുടെ ഡ്യൂട്ടീസ് ഒന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കെല്ലാം അറിയാം. അവരവർക്ക് കൊടുത്ത ഡ്യൂട്ടികൾ അവർ കൃത്യമായി ചെയ്യുന്നറിയാം. ഇനി ഇതിനെക്കുറിച്ച് വലിയ രീതിയിൽ ഇവർക്ക് പഠിക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ പഠിപ്പിക്കാനുണ്ടെങ്കിലാണ് ഞാൻ പറഞ്ഞത്. ഇനി ഒരു ഓറിയൻറ്റേഷൻ ഉണ്ടാവും. ഇപ്പോൾ അതിന് സമയമില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഡ്യൂട്ടീസ് കൃത്യമായി ചെയ്യൂലേ? നമ്മുടെ പ്രസിഡൻറ്റിനെ സപ്പോർട്ട് ചെയ്യും, സെക്രട്ടറി, ട്രഷറിൻ്റെ കൂടെ ഉണ്ടാവും അല്ലേ? താങ്ക് യു. പിന്നെ എനിക്ക് പാസ് പ്രസിഡന്റുമാർ, നമ്മുടെ ചന്ദ്രഗിരി ലയൺസ് ക്ലബിൻ്റെ പാസ് പ്രസിഡന്റുമാരൊന്ന് വേഗം കൈമാറിയിട്ട് നമ്മുടെ പ്രിയങ്കരനായ ഇന്നിപ്പോൾ നമ്മളിവിടെ സ്ഥാനാരോഹണം ചെയ്യപ്പെടുന്ന ലയൺ ഷാഫി സാഹിബിൻ്റെ അടുത്തേക്ക് എത്തിക്കാം. കൈമാറാം പ്ലീസ്. ഒരു കയ്യടി കൊടുക്കുക, നിങ്ങളെല്ലാവരും കയ്യടി കൊടുക്കുക. കയ്യടി കൊടുക്കുക. ഈ ഗ്യാവൽ കൈമാറി ഔദ്യോഗികമായിട്ട് ഇന്ന് ലയൺ ഷാഫി നാലപ്പാടിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ ഔദ്യോഗികമായി ലയൺസ് ക്ലബ് ഓഫ് ചന്ദ്രഗിരിയുടെ പ്രസിഡൻ്റായി ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. നിങ്ങളെല്ലാവർക്കും അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ കൊടുക്കുക. ഇനി അടുത്ത ഒരു വർഷക്കാലം നീണ്ട സംഭവബഹുലമായ പ്രവർത്തനങ്ങളായിരിക്കും അദ്ദേഹം കാഴ്ചവെക്കുന്നത്. അപ്പോൾ കൺഗ്രാജുലേഷൻ ലയൺ ഷാഫി നാലപ്പാട്. അദ്ദേഹത്തോടൊപ്പം സെക്രട്ടറി, ഒരു മിനിറ്റ്, സെക്രട്ടറി രണ്ടുപേരും ഷാഫി തന്നെയാണ്. മുസ്തഫക്കും കൂടി ഷാഫി ആവുമായിരുന്നു. അപ്പോൾ മുസ്തഫ ഒരു കിടിലൻ സംഭവമാണ്, നിങ്ങൾ കേട്ടില്ലേ? അപ്പോൾ ഇനി അടുത്ത വർഷം ഒന്നും നോക്കണ്ട, ചന്ദ്രഗിരി ക്ലബ്ബ് അടിച്ചു പൊളിക്കും ഇല്ലേ? നെല്ലിക്കുന്നെല്ലാം പിന്നെ ഒന്നും പറയാനില്ല. അപ്പോൾ ഇനി ഔദ്യോഗികമായിട്ട് നമ്മുടെ പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം കൈമാറുകയാണ് നമ്മുടെ പ്രിയങ്കരനായ ഷാഫി നാലപ്പാടിലേക്ക്. ഓക്കെ, നിങ്ങൾ നമ്മളൊരു ഡിഗ്നറ്ററീസെല്ലാം ഒന്ന് എഴുന്നേറ്റിരിക്കുക പ്ലീസ്. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക സ്ഥാനത്തേക്ക് നിങ്ങൾ ആനയിച്ച് കൊണ്ടുപോവുക. സെക്രട്ടറിയും ട്രഷററും വേദിയിലേക്ക് പോവുക. നല്ലൊരു കയ്യടി ആയിക്കോട്ടെ. കൺഗ്രാറ്റുലേഷൻസ് ലയൺസ്. നമ്മളുടെ ഇൻസ്റ്റലേഷൻ സെറിമണി ഇവിടെ അവസാനിക്കുകയാണ്. എനിക്ക് അനുവദിച്ച സമയം ഞാനിവിടെ പൂർത്തിയാക്കി. പ്രസിഡന്റ് ലയൺ ഷാഫി നാലപ്പാടിനും അദ്ദേഹത്തിൻ്റെ ടീമംഗങ്ങൾക്കും എല്ലാവിധ ആശംസകളെയും അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് എനിക്കിവിടെ അവസരം തന്നതില്ല നന്ദി, സ്നേഹം അറിയിക്കുന്നു. താങ്ക് യു. ജയലാണി സർ. ഇതായി 2 മെമ്പർമാരും എത്തിയിരിക്കുകയാണ്. അതിൻ്റെ സ്പോൺസറായിട്ട് നമ്മുടെ ഷെരീഫ് കാബിൽ തന്നെയാണ്. അപ്പോൾ കൂടുതൽ ലയൺസത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ഇനി അവസരങ്ങളുണ്ട് നിങ്ങൾക്ക്. അതിനുള്ള ട്രെയിനിങ്ങും പരിപാടികളൊക്കെ നിങ്ങൾക്ക് മുമ്പിൽ കിട്ടുന്നതായിരിക്കും. ഞാനതേക്കുറിച്ചൊന്നും കൂടുതൽ പറയുന്നില്ല. ലയൺസിലേക്ക് അംഗത്വം ഏറ്റെടുക്കുന്നതിന് മുൻപ് ഒരു സത്യപ്രതിജ്ഞ ചെയ്യാറുണ്ട്. ആ സത്യപ്രതിജ്ഞ ഞാൻ ചെയ്യുമ്പോൾ, ഞാനെന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേര് പറയുക, ബാക്കി ഏറ്റിയല്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സാന്നിധ്യത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ സമീർ, അതുപോലെ തന്നെ ശ്രീ നിസാമും നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് അംഗത്വം എടുത്ത് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. ഞാൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേര് പറയാം കേട്ടോ. ഞാൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേര് പറയുക, പിന്നെ ഞാൻ ചെല്ലുന്ന ഏറ്റിയല്ല. ഞാൻ
ചന്ദ്രഗിരി ലയൺസ് ക്ലബ്ബിലെ അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ ഇൻ്റർനാഷണൽ അസോസിയേഷൻ്റെയും ക്ലബിൻ്റെയും ഭരണഘടനയും നിയമാവലിയും അനുസരിച്ച് കൊള്ളാമെന്നും എല്ലാ മീറ്റിങ്ങുകളിലും കൃത്യമായി പങ്കെടുത്തു കൊള്ളാമെന്നും എല്ലാ പ്രവൃത്തികളിലും ക്ലബിൻ്റെ താൽപ്പര്യങ്ങൾക്ക് പിന്തുണ നൽകുകയും അവയെ പോഷിപ്പിക്കുകയും ചെയ്യാമെന്നും ക്ലബിൻ്റെ സാമ്പത്തിക സുരക്ഷിതത്വത്തിന് എൻ്റെ ന്യായമായ പങ്ക് നൽകാമെന്നും ഇതിനാൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. കൂടാതെ ക്ലബിൻ്റെ അംഗത്വം നിലനിർത്തുന്നതിന് ഞാൻ സഹായിക്കുമെന്നും കമ്മിറ്റികളിലും എൻ്റെ കഴിവുകൾ ആവശ്യമുള്ള മേഖലകളിലും സജീവമായി പ്രവർത്തിച്ചുകൊണ്ട് പ്രവർത്തനങ്ങളെ സഹായിക്കാമെന്നും ലയൺസ് ഇൻ്റർനാഷണലിൻ്റെ ആചാരസംഹിതയും ആദർശവും അനുസരിച്ച് കൊള്ളാമെന്നും പ്രഖ്യാപിക്കുന്നു. താങ്ക് യു. ഒരു കൈയടി ഇവർക്കും കൂടി കൊടുക്കുക. Thank you so much. Now I would like to invite Lion Shihab. Now I would like to invite Lion Sunaif MH, Lion Majid Bendichal. Now I would like to invite ഗുഡ് ഈവനിങ് എവരി വൺ. ഇന്ന് ഈ സായാഹ്നത്തിൽ ഈ രാത്രിയിൽ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് വേണ്ടി ഈ ക്ലബിന് വേണ്ടി നമ്മുടെ വഴിയൊരുക്കുന്ന നേതൃത്വം, ഭരണം, സമൂഹ സേവനം എന്നിവയുടെ മഹത്തായ സ്തംഭങ്ങൾ ഞാൻ കാണുന്നു. നമ്മുടെ ശ്രദ്ധേയമായ ക്ലബിനെക്കുറിച്ചുള്ള എൻ്റെ ദർശനം പങ്കിടുന്നതിന് മുമ്പ് ഈ വേദി പങ്കിടുന്ന അസാധാരണമായ നേതാക്കളെ അഭിവാദ്യം ചെയ്യാൻ ഞാൻ ഒരു നിമിഷം ആഗ്രഹിക്കുകയാണ്. ആദ്യമായി ഈ മേഖലയ്ക്കുള്ള ഞങ്ങളുടെ വഴികാട്ടിയായ നമ്മുടെ ദർശനാത്മകമായ ജില്ലാ ഗവർണർ എലക്ട് ലയൺ ടൈറ്റസ് തോമസ് MJF സാർ, ഇന്ന് രാത്രിയിലെ നിങ്ങളുടെ സാന്നിധ്യം ഈ വേദികൾക്ക് ആഴത്തിലുള്ള ലക്ഷ്യബോധ്യം നടക്കുന്നു. ഞങ്ങളുടെ ബഹുമാന്യനായ അതിഥി മിസ്റ്റർ മായൻ കല്ലട്ട MLA സാർ, പൊതുസേവനത്തിൻ്റെ യഥാർത്ഥ രൂപമാണ് നിങ്ങൾ. ജനങ്ങളോടുള്ള നിങ്ങളുടെ സമർപ്പണം ഞങ്ങളെ ദിവസവും പ്രചോദിപ്പിക്കുന്നു. നിങ്ങളുടെ ശക്തമായ പിന്തുണ ലഭിക്കാൻ ഞങ്ങൾക്ക് അവിശ്വസനീയാമിതം ഭാഗ്യമുണ്ട്. ഞങ്ങളുടെ പ്രിയങ്കരനായ മുൻ പ്രസിഡന്റ് ലയൺ അബ്ദുൽ നാസർ TK, മൈ ബ്രദർ, നിങ്ങൾ കഴിഞ്ഞ ഒരു വർഷമായി ചന്ദ്രഗിരി ലയൺസ് ക്ലബിനെ അതുല്യമായ കൃപയോടും സമർപ്പണത്തോടും കൂടി നയിച്ചു. നിങ്ങൾ നിറക്കാൻ പ്രയാസമുള്ള വലിയൊരു വിടവാണ് സൃഷ്ടിച്ചു പോകുന്നത്. നമ്മുടെ നിയുക്ത ജില്ലാ ക്യാബിനറ്റ് സെക്രട്ടറി ലയൺ K. ഗോപി, ലയൺ വേണുഗോപാൽ എന്നിവരോടും നമ്മുടെ ഏറ്റവും മുതിർന്ന അംഗവും ഇന്നത്തെ അഭിമാനകരമായ അവാർഡ് ജേതാവുമായ ലയൺ MP ഷാഫി ഹാജി എന്നിവരോടും നമ്മുടെ ബഹുമാന്യനായ നേതാക്കളായ ലയൺ ശ്രീകണ്ഠൻ, അതുപോലെ തന്നെ ലയൺ കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയ നമ്മുടെ ലയൺ ജലീൽ മുഹമ്മദ്, ലയൺ MM നൗഷാദ്, ലയൺ CL റഷീദ്, ലയൺ ഫാറൂഖ് കാസിം എന്നിവരോടും എൻ്റെ ഹൃദയംഗമായ ആദരവും ആശംസകളും അറിയിക്കുന്നു. ഈ മനോഹരമായ സായാഹ്നം സംഘടിപ്പിച്ചതിന് നമ്മുടെ മുൻ സെക്രട്ടറി ലയൺ മുസ്തഫ എൻ്റെ വരാനിരിക്കുന്ന സെക്രട്ടറി ലയൺ ഷാഫി നെല്ലിക്കുന്ന്, നമ്മുടെ പ്രോഗ്രാം ഡയറക്ടർ ലയൺ ഷെരീഫ് കാപ്പിൽ എന്നിവരുള്ള എൻ്റെ അകമഴിഞ്ഞ നന്ദി ഞാൻ അറിയിക്കുന്നു. അയൽപ്പക്ക ക്ലബ്ബുകളിൽ നിന്നുള്ള നമ്മുടെ പ്രിയപ്പെട്ട ലയൺ അംഗങ്ങൾ, എൻ്റെ ലയൺ അംഗങ്ങൾ, ലിയോസ്, നമ്മുടെ അത്ഭുതകരമായ ലയൺസ് വനിതകൾ, വിശിഷ്ടാതിഥികൾ, എൻ്റെ സുഹൃത്തുക്കൾ, പത്രപ്രവർത്തകർ എന്നിവർക്ക് നന്ദി. ഭാവി പ്രതീക്ഷകളാൽ പ്രകാശിതമാണ് ഇന്നത്തെ രാത്രിയിലെ ആവേശം. അതിരുകളില്ലാത്തതാണ്. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചന്ദ്രഗിരി ലയൺസ് ക്ലബ്ബ് മുമ്പെങ്ങുമില്ലാത്ത വിധം ശക്തമായി ഗർജിച്ച് പുതിയ നേട്ടങ്ങൾ കൈവരിക്കാൻ, ഒരുമയോടെ പ്രവർത്തിക്കാൻ ഈ വർഷം നമുക്ക് അവിസ്മയമാക്കാം. ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സന്നദ്ധ സേവന സംഘടനയായ ലയൺസ് ക്ലബ് ഇൻ്റർനാഷണലിൻ്റെ നമ്മുടെ ഈ പ്രിയപ്പെട്ട ക്ലബിൻ്റെ പ്രസിഡൻ്റായി
ചുമതലയേൽക്കാൻ സാധിച്ചതിൽ ഞാൻ അത്യന്തം വിനീതനാണ്. എന്നിൽ അർപ്പിച്ച ഈ വലിയ ഉത്തരവാദിത്തത്തെ ഒരു പദവിയായല്ല, മറിച്ച് സമൂഹത്തെ കൂടുതൽ ആത്മാർത്ഥതയോടെ സേവിക്കാനുള്ള ഒരു വലിയ നിയോഗമായാണ് ഞാൻ കാണുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മുടെ ക്ലബിനെ മികച്ച രീതിയിൽ നയിച്ച മുൻകാല ഭാരവാഹികളെയും അവരുടെ നേതൃത്വത്തിൽ നമ്മൾ കൈവരിച്ച നേട്ടങ്ങളെയും ഈ അവസരത്തിൽ ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു. അവർ തെളിച്ച വഴിയിലൂടെ ആ അടിത്തറയിൽ നിന്നുകൊണ്ട് കൂടുതൽ ഉയരങ്ങളിലേക്ക് നമ്മുടെ ക്ലബിനെ നയിക്കുക എന്നതാണ് എൻ്റെയും എൻ്റെ പുതിയ കമ്മിറ്റിയുടെയും ലക്ഷ്യം. വി സെർവ്, നാം സേവിക്കുന്നതാണല്ലോ നമ്മുടെ ആവത്വാക്യം. വിശക്കുന്നവന് ആഹാരമേകാനും രോഗബാധിതർക്ക് ആശ്വാസമേകാനും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് കൈത്താങ്ങാകാനും നമ്മൾ എപ്പോഴും മുന്നിലുണ്ടാകണം. ഈ വർഷം നമ്മൾ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് ചില പ്രധാന മേഖലകളിലാണ്. ആരോഗ്യപരിപാലനം, പ്രത്യേകിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ, കാഴ്ച വൈകല്യങ്ങളുള്ളവർക്ക് സഹായങ്ങൾ, പ്രമേഹ ബോധവൽക്കരണം എന്നിവ കൂടുതൽ വിപുലമാക്കും. ഇപ്പോൾ തന്നെ ഫ്രീ ആംബുലൻസ് സർവീസ്, ഡയാലിസിസ് മെഷീൻ തുടങ്ങിയ കാര്യങ്ങൾ ലയൺസ് ക്ലബ്ബ് നടത്തി വരുന്നു. വിദ്യാഭ്യാസം, സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന മിടുക്കരായ കുട്ടികൾക്ക് സ്കോളർഷിപ്പുകളും പഠനോപകരണങ്ങളും എത്തിക്കും. പരിസ്ഥിതി സംരക്ഷണം, പ്രകൃതിയെ കരുതലോടെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. വൃക്ഷത്തൈകൾ നടലും പ്ലാസ്റ്റിക് വിരുദ്ധ ബോധവൽക്കരണവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് മുൻഗണനകളായിരിക്കും. ലഹരി ഉപയോഗം മൂലം പുതുതലമുറ ഇന്ന് നശീകരണ പാതയിലാണ്. ഗവൺമെൻറ് നടപ്പിലാക്കിയ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയോടൊപ്പം ചേർന്ന് ലഹരിക്കെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പിന് നേതൃത്വം നൽകും. അതോടൊപ്പം തന്നെ പ്രധാനമായിട്ട് വീടില്ലാത്തവർക്ക് വീട് എന്ന സങ്കല്പത്തിലാണ്, വീടില്ലാത്തവർക്ക് വീട് എന്ന കാര്യത്തിൽ നമ്മുടെ ലയൺസ് ക്ലബ് കാലങ്ങളിൽ ഒരുപാട് വീടുകൾ മുൻ നേതൃത്വം വഹിച്ച് നമ്മുടെ പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ ഒരുപാട് വീടുകൾ നൽകിയിട്ടുണ്ട്. ഈ വർഷവും 1-2 വീടുകൾക്കുള്ള പ്രൊജക്റ്റുകൾ തീർച്ചയായിട്ടും ഉണ്ടാകുമെന്നും ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. സുഹൃത്തുക്കളെ, ഒരു പ്രസിഡന്റിന് മാത്രമായി ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഒന്ന് കൈയടിച്ചാൽ ശബ്ദമുണ്ടാകില്ല. എന്നാൽ നമ്മളെല്ലാവരും കൈകോർത്താൽ അതൊരു വലിയ ശബ്ദമായി, വലിയൊരു മാറ്റമായി മാറും. നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ സമയവും ഉപദേശങ്ങളും പിന്തുണയും ഈ വർഷം ഉടനീളം എനിക്കും ടീമിനുണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമ്മൾ ഒരു ടീമായി പ്രവർത്തിക്കുമ്പോൾ ഈ നാടിന് മാതൃകയായ ഒരു മികച്ച വർഷമായി മാറാൻ നമുക്ക് തീർച്ചയായും സാധിക്കും. എന്നെ ഈ പദവിയിലേക്ക് തിരഞ്ഞെടുത്ത എല്ലാ ക്ലബ് അംഗങ്ങൾക്കും എൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കരുത്തായി നിൽക്കുന്ന എൻ്റെ കുടുംബത്തിനും ഞാൻ ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. നമുക്കൊരുമിച്ച് കൈകോർക്കാം. സ്നേഹത്തോടെ, കാരുണ്യത്തോടെ ഈ സമൂഹത്തെ സേവിക്കാം. നന്ദി. ജയ് ലയണിസം. ബഹുമാന്യനായ അധ്യക്ഷൻ, ആരാധ്യനായ ഇന്ന് ഇവിടെ സ്ഥാനാരോഹണം ചെയ്യപ്പെട്ട നമ്മുടെ ബഹുമാന്യനായ പ്രസിഡന്റ് ലയൺ ഷാഫി, അദ്ദേഹത്തിൻ്റെ സഹകാരികൾക്കും അതുപോലെ തന്നെ വേദിയിരിക്കുന്ന ഈ ചടങ്ങ് വളരെ ധന്യമായി ഇവിടെ നടത്തിയ നമ്മുടെ ബഹുമാന്യനായ ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ ടൈറ്റസ് തോമസ്, വേദിയിലും സദസ്സിലും മാന്യ വ്യക്തിത്വങ്ങളെ, സുഹൃത്തുക്കളെ, സമയ പരിമിതമായതുകൊണ്ട് തന്നെ കൂടുതലായി ഒന്നും പറയുന്നില്ല. കഴിഞ്ഞ തവണ ഈ പ്രസ്ഥാനത്തെ നയിക്കുകയും ഇതിന് നല്ല രീതിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്ത അബ്ദുൾ നാസറും അദ്ദേഹത്തിൻ്റെ ടീം അംഗങ്ങൾക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് വരുന്ന ടീം അംഗങ്ങളായ നമ്മുടെ ഷാഫി നാൽപ്പാടും സെക്രട്ടറിയും ട്രഷറർക്കും എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയിലായി. Thank you so much, sir. Next, I would like to invite Lion Venugopal MJF. ചടങ്ങിൻ്റെ അധ്യക്ഷൻ 2026-27 വർഷത്തെ ചന്ദ്രഗിരി ലയൺസ് ക്ലബിൻ്റെ പ്രസിഡന്റ് ലയൺ ഷാഫി നാലപ്പാട്, കണ്ണൂർ, കാസർഗോഡ്, വയനാട്, കോഴിക്കോട്, മാഹി ജില്ലകൾ ഉൾപ്പെടുന്ന ലയൺസ് ഡിസ്ട്രിക്റ്റിൻ്റെ ആരാധ്യനായ ഡിസ്ട്രിക്ട് ഗവർണർ, കാസർഗോഡ് ജില്ലയിൽ നിന്നും വരുന്ന രണ്ടാമത്തെ നേതാവ് ലയൺ ടൈറ്റസ് തോമസ്, വേദിയിലെ മറ്റ് ലയൺസിൻ്റെ നേതാക്കളെ പ്രിയമുള്ളവർ, ഒരു ചടങ്ങ്, ഒരു ഇൻസ്റ്റലേഷൻ ചടങ്ങ് എങ്ങനെ നടത്തണം എന്നുള്ളത് ചന്ദ്രഗിരി തന്നെ കണ്ടു പഠിക്കണം. കാരണം ഇത്രയും ആർഭാടമായി നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ ഒരു ലയൺസ് ക്ലബ്ബും, അജാനൂർ കഴിഞ്ഞാൽ ഒരു ലയൺസ് ക്ലബിനും
ഇതുപോലെ സെറ്റപ്പിൽ ഇതുപോലൊരു കുളിർമയിൽ അജാൻ ഒരു 5 സ്റ്റാർ, അജാൻ ഒരു എന്താ പറയുക താജിലും നിങ്ങളുടെ കുട്ടിയാണ്, പക്ഷേ അമ്മേനേക്കാളും വളർന്നുപോയി. അതിഗംഭീരമായ ഹാള്, അതിഗംഭീരമായ സെറ്റപ്പ് എല്ലാം ഉണ്ട്. സമയത്തിൻ്റെ ചെറിയ പ്രശ്നമുണ്ട്, അത് അംഗീകരിച്ചേ പറ്റുള്ളൂ. അത് നമുക്ക് ശരിയാക്കി എടുക്കാം. നമ്മുടെ മുസ്തഫാൻ്റെ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അടിപൊളി റിപ്പോർട്ടായിരുന്നു. അതിൽ ഓരോ വാക്കുകളും മുസ്തഫ ഏടുന്ന് ഈ വാക്കുകൾ കൊണ്ടുവന്നത് എനിക്കറിയില്ല. ഡിക്ഷണറിയിൽ ഞാൻ ഇന്നേ വരെ കേൾക്കാത്ത വാക്കാണ് മുസ്തഫ വായിച്ചത്. ഒരു തെറ്റുമില്ല. കാരണം ഒരു സെക്രട്ടറി കിട്ടുന്ന പരമാവധി അവസരം മുസ്തഫ മുതലെടുത്തിട്ടുണ്ട്. അതൊന്നും തെറ്റൊന്നുമില്ല. നസീർ ഖാൻ്റെ പ്രസംഗം ഉഷാറായിരുന്നു. ഇവിടെ നടന്ന എല്ലാ ചടങ്ങുകളും ഗംഭീരമായി. ഗവർണർ പറഞ്ഞത്, നമ്മൾ ഗവർണർ മുന്നക്കാലത്തെ ഗവർണർ പോലെയല്ല, അദ്ദേഹത്തിന് ചില സിസ്റ്റം പാലിക്കണം. ഈ വർഷത്തെ അടുത്ത വർഷം മുതൽ ആ സീറ്റിൽ ഒരാളുണ്ടാവില്ല. ഈ വർഷത്തെ ഗവർണറുടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഓർഡർ അദ്ദേഹം പറഞ്ഞ അനുസരിച്ചേ പറ്റുള്ളൂ. ലയൻസ് എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ പ്രസ്ഥാനത്തിന് ഒരു പ്രോട്ടോകോൾ ഉണ്ട്. ആ പ്രോട്ടോകോൾ ഗവർണർ തീരുമാനിക്കുന്ന പ്രോട്ടോകോളാണ്. അടുത്ത വർഷം മുതൽ മാസ്റ്റർ ഓഫ് സെറമണി എന്ന് പറയുന്ന സംവിധാനം നമ്മുടെ ഡിസ്ട്രിക്റ്റിലില്ല. എല്ലാം ചെയർമാൻ നിയന്ത്രിക്കണമെന്നാണ്. വേദിയിലേക്ക് ആളുകൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ചെയർമാൻ പഠിക്കണം, അല്ലെങ്കിൽ എങ്ങനെ പഠിക്കും? ഷാഫി നാലപ്പാട് അവിടെ ഇരിക്കും, അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഷാഫി നാലപ്പാട് ഒരു കൊല്ലം കഴിഞ്ഞാലും ഈ അജണ്ട പഠിക്കാൻ പോകുന്നില്ല. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ സിസ്റ്റം. അതൊരു സെൽഫ് മോൾഡിങ് പ്രോസസ്സാണ്. ഞാൻ വലിയ പ്രസംഗിക്കാനൊന്നും പോകുന്നില്ല. എൻ്റെ പ്രസംഗം കേൾക്കണമെങ്കിൽ പൈസ ഇറക്കണം. ഞാൻ പൈസയ്ക്ക് പ്രസംഗിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ MC പറഞ്ഞ പോലെ അധിക സമയം എടുക്കുന്നുമില്ല. പ്രിയപ്പെട്ടവരെ, ചന്ദ്രഗിരി ലയൺസ് ക്ലബ്ബ് എന്ന് പറയുന്നത് നമ്മുടെ നാടിൻ്റെ അഭിമാനമാണ്. ആ അഭിമാനമായതുകൊണ്ടാണ് കാസർഗോഡിൻ്റെ ഏരിയയിലുള്ള എല്ലാ ക്ലബ്ബുകളും ഇവിടെ എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് തുടങ്ങിയാൽ വിദ്യാനഗറിൻ്റെ പ്രസിഡന്റ് വിജയൻ സാറുണ്ട്, അജാനൂറിൻ്റെ ബഹുമാന്യ പ്രസിഡന്റ് ടൊയോട്ടോ CMK ടൊയോട്ടോ ഉണ്ട്, എൻ്റെ ക്ലബിൻ്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട മണികണ്ഠനുണ്ട്. പുതുതായി ഈ പ്രസ്ഥാനത്തിലേക്ക് ഇതൊക്കെ കണ്ടിട്ട് ഈ പ്രസ്ഥാനത്തിലേക്ക് വരാൻ പോകുന്ന ഒരു കാസർഗോഡ് ഹെറിറ്റേജ് സിറ്റി എന്ന് പറയുന്ന ഒരു ലയൺ ആയിട്ടില്ല. അടുത്ത മാസം പുതിയ ഉദ്ഘാടനം നടക്കുന്ന ഹെറിറ്റേജ് സിറ്റിയുടെ പ്രിയപ്പെട്ട സുഭാഷ് ഉണ്ട്. അതുപോലെ കാസർഗോഡ് ടൗണിൻ്റെ റാഷിയുണ്ട്. എല്ലാ ക്ലബ്ബുകളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാ ക്ലബ്ബുകളും എത്തിച്ചേരാൻ കാരണം ചന്ദ്രഗിരി ലയൺസ് ക്ലബ്ബിനോടുള്ള സ്നേഹവും ബഹുമാനവുമാണ്. കാസർഗോഡ് മൊത്തം വിലക്ക് വാങ്ങാനുള്ള ആൾ ഇവിടെയുണ്ട്. അത്രയും റിസോഴ്സ്ഫുള്ളാണ്. ഞാനിപ്പോൾ എല്ലാ ഓറിയൻറ്റേഷൻ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് കേരളം മൊത്തം ഓടി നടക്കുന്ന ഒരാളാണ്. കാസർഗോഡിൻ്റെ ചന്ദ്രഗിരി ലയൺസ് ക്ലബിനെ പരാമർശിക്കാതെ ഒരു ഓറിയൻറ്റേഷൻ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കാറില്ല. കാരണം കാസർഗോഡിലെ പാവങ്ങൾക്ക് ഡയാലിസിസ് നടത്തുന്ന കാസർഗോഡ് ജില്ലയിലെ ഒരേ ഒരു ലയൺസ് ക്ലബ്ബ് ചന്ദ്രഗിരി ലയൺസ് ക്ലബ്ബാണ്. ഇവിടെ ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയില്ല, പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ ഒരു ഭക്ഷണം കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു, അക്ഷയ. അങ്ങനെ ഒരു അക്ഷയപാത്രം എന്ന് പറഞ്ഞൊരു പ്രൊജക്ട് നടത്തുന്ന വേറൊരു ക്ലബ്ബും കേരളത്തിലില്ല. അത് ചന്ദ്രഗിരി ലയൺസ് ക്ലബ്ബ് മാത്രമാണ്. ആ കൈയടിക്കാൻ തോറും മടി പോലെ. കേരളത്തിൽ ആംബുലൻസ് സർവീസിൻ്റെ നടത്തുന്ന ക്ലബ്ബുകളുണ്ട്. പക്ഷേ ജലീൽ ഖാനെ പോലെ ഈ സമൂഹത്തിൻ്റെ വളരെ ഉന്നതമായ നിലയിൽ നിൽക്കുന്ന വലിയൊരു തറവാടിയായ, ഞങ്ങൾക്ക് അങ്ങനെ തന്നെ പറയേണ്ടി വരും, ഒരാവശ്യം വന്നാൽ പാതിരാത്രിക്ക് അതിൻ്റെ ഡ്രൈവർ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് ഈ കാസർഗോഡ് നിന്ന് മംഗലാപുരത്തേക്ക് എവിടെ വേണമെങ്കിലും ഓടാൻ പ്രാപ്തിയുള്ള, അതിന് ചങ്കൂറ്റമുള്ള, അതിന് തയ്യാറായ മനുഷ്യസ്നേഹിയായ ജലീൽ ഖാ, അതുപോലെ മാമൂഷാൻ പോലെ ആളുകൾ. അങ്ങനത്തെ മെമ്പർമാർ വേറെ ഒരു ക്ലബ്ബിലുമില്ല, എൻ്റെ ക്ലബ്ബിലുമില്ല. എൻ്റെ ക്ലബ്ബ് എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയിലെ എല്ലാ ഡോക്ടർമാരുടെ ക്ലബ്ബാണ്. കാസർഗോഡ് ജില്ലയിലെ എണ്ണം പറഞ്ഞ് 44 മെമ്പർമാരിൽ 26 പേര് ഡോക്ടർമാരാണ്. ഞങ്ങൾ കൂലി കൊടുത്തിട്ടാണ്. പക്ഷേ ചന്ദ്രഗിരി ലയൺസ് ക്ലബ്ബിൽ അവർ തന്നെയാണ് പോകുന്നത്. അപ്പോൾ അത്രയും റിസോഴ്സ്ഫുള്ളായ ക്ലബ്ബാണ്. കുറച്ച് സിസ്റ്റമൊക്കെ നന്നായാൽ കേരളത്തിലെ ഇന്ത്യയിലെ ഏത് ക്ലബിനെയും വെല്ലുവിളിക്കാവുന്ന രീതിയിൽ ചന്ദ്രഗിരിക്ക് വളരാൻ പറ്റും. ഒരു തർക്കം അതിൽ വേണം. ഇനി ഈ വർഷത്തെ ഷാഫി നാലപ്പാട്, ഷാഫിനെ കുറിച്ച് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. മാപ്പിളപ്പാട്ട് പാടിക്കും, അതിനൊന്നും പ്രശ്നമൊന്നുമില്ല. മാപ്പിളപ്പാട്ട് പാടുന്നൊന്നുമല്ലല്ലോ കാര്യം. പക്ഷേ ഷാഫി ചാർജ് എടുത്തിട്ട് ഷാഫീനെ ഇതിൻ്റെ പ്രസിഡൻ്റായി കൊണ്ടുവന്നതിൻ്റെ പിറ്റേ ദിവസം മലയാള മനോരമ ഒരു വാർത്ത വന്നു. ചന്ദ്രഗിരി ലയൺസ് ക്ലബ്ബ് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് മാധ്യമങ്ങളിൽ നിന്ന് അത്ര വലിയ വാർത്തകളൊന്നും വരില്ല. ഒന്നാമത് നസീർക്ക് ഭയങ്കര തിരക്കിലാണ്. അദ്ദേഹം ലോകം മുഴുവൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് പത്രത്തിൽ കൊടുക്കാൻ അദ്ദേഹത്തിന് സമയമില്ല. ഷാഫി ചാർജ് എടുത്ത ഉടനെ പിറ്റേ ദിവസം പത്രത്തിൽ വാർത്ത വന്നു. അതിൻ്റെ പിറ്റേ ദിവസം വന്ന് വാർത്തകൾ ഇങ്ങനെ വരാൻ തുടങ്ങി. ഞാൻ ഗവർണറോട് പറഞ്ഞു, സാറേ രക്ഷപ്പെട്ടു, ഈ വർഷം ചന്ദ്രഗിരി ഗംഭീരമായി മാറാൻ പോവാണ്. ഒരു ക്ലബിൻ്റെ പ്രസിഡൻ്റായിട്ട് ഒരു വർഷം വന്നാളെ പിറ്റേ ദിവസം വർഷം ആക്കരുത്. കാരണം ഒരു വർഷം എത്ര ബുദ്ധിമുട്ടാണ് ഇത് കൊണ്ടു നടക്കാൻ, ഈസി അല്ല. നസീർ ഖാൻ 2 വർഷമായി. CL റഷീദ് എന്ന് പറയുന്നത് വലിയ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് ജ്വലിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തെ പിടിച്ച് 2 കൊല്ലാക്കി. എവിടെ സമയം കിട്ടും? അപ്പോൾ ഈ വർഷം വളരെ മികച്ച ഒരു പ്രസിഡന്റ് വന്നിട്ടുണ്ട്. പിന്നെ തന്ത്രശാലിയായ ഷാഫി നെല്ലിക്കുന്ന് എന്ന് പറയുന്ന ഒരു സെക്രട്ടറി, അതിനേക്കാളും മിടുക്കനായ ഒരു ട്രഷറർ. ഈ വർഷം ക്ലബ്ബ് അതിഗംഭീരമായി പോകുന്നു. ഈ മൊത്തം സെറ്റപ്പ് ഷാഫിൻ്റെ തലയിൽ വന്നായിരിക്കണം. ആ അവാർഡ് എല്ലാം ഭംഗിയായി, അതിഗംഭീരമായി, ഒന്നും പറയാനില്ല. അതിഗംഭീരമായി മുന്നോട്ട് പോട്ടെ. പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന രീതിയിൽ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്. ഏത് സമയത്ത് വിളിച്ചാലും എനിക്ക് എൻ്റെ സ്വന്തം എന്താ പറയുക ക്ലാസ്മേറ്റ് ഷെരീഫ് അടക്കമുള്ള, ഞാൻ എല്ലാവരും പേരെടുത്ത് പറയുന്നില്ല. പിന്നെ അവസാനം പുറത്തെത്തിരാകുമ്പോൾ പറയും, നീ എൻ്റെ പേര് പറയാമെന്ന് ചോദിക്കും. അതുകൊണ്ട് അതിലൊന്നും ഞാൻ മെനക്കെടുന്നില്ല. ഷെരീഫിനെ പറയാതെ എനിക്ക് പോകാൻ പറ്റില്ല.
ഈ ക്ലബ്ബിൽ ഏറ്റവും അധികം ലയൺസ് പഠിച്ചതാരാന്ന് ഞാൻ ചോദിച്ചാൽ എന്നോട് ഞാൻ പറയും അത് ജലീൽക്കയാണ്. ജലീൽക്ക് ഓരോ നിമിഷവും ഇതിങ്ങനെ ആവണം അങ്ങനെ ആവണം എന്ന് ചിന്തിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരാളാണ് ഇതിൻ്റെ ഫൗണ്ടർ പ്രസിഡന്റ്. അതുപോലെ ഈ മൊത്ത സെറ്റപ്പ് ഗംഭീരമായി ഷെരീഫിനെ പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നു. 1-2 മുഖങ്ങൾ കാണാത്തതിൽ വിഷമമുണ്ട്. പ്രിയപ്പെട്ട ഇക്ബാൽ പട്ടുവത്തിനെ കാണുന്നില്ല. ഇക്ബാലിൻ്റെ വർഷം ഈ ഡിസ്ട്രിക്റ്റിലെ ഏറ്റവും നമ്പർ 1 ക്ലബ്ബായി 4.5 ലക്ഷത്തോളം പോയിന്റ് നേടി കേരളത്തിലെ ഏത് ലയൺസ് ക്ലബിനേക്കാളും മുകളിൽ എത്തിച്ച ഒരു പ്രസിഡന്റ് ഇക്ബാൽ പാട്ടുമ്പോൾ ആ ടീമിൻ്റെ കുറച്ച് ആളുകളെ കാണാത്തൊരു വിഷമമുണ്ട്. കാവുച്ചാന കാണുന്നില്ല, മേമുച്ചാനെ കാണുന്നില്ല. അവർ കൂടി എല്ലാവരും കൂടുന്ന സമയത്ത് പൂർവാധിക ശക്തിയോടെ 1 ലക്ഷം രൂപയാണ് ഇതിൻ്റെ എൻട്രി ഫീ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ചന്ദ്രഗിരി ലയൺസ് ക്ലബ്ബിൽ ചേരണമെങ്കിൽ 1 ലക്ഷം രൂപ എൻട്രി ഫീസ് കൊടുക്കും. കേരളത്തിൽ അങ്ങനെ ഒരു ലയൺസ് ക്ലബ്ബ് എവിടെയില്ല. സത്യം ഞാൻ പറഞ്ഞത്, എൻ്റെ ക്ലബ്ബിൽ പറഞ്ഞാൽ 25,000 രൂപ എന്നാണ് ഞങ്ങൾ മെമ്പറാക്കും. എല്ലാവരും ഒന്നും എടുക്കൂല, ഞങ്ങൾക്കൊരു സ്ക്രീനിങ് പ്രോസസ്സ് ഉണ്ട്, അങ്ങനെ എടുക്കുകയുള്ളൂ. അപ്പോൾ അത്രയും റിസോഴ്സ്ഫുള്ളായ ഒരു ക്ലബ്ബാണ്. അതിഗംഭീരമായി മുന്നോട്ട് പോട്ടെ. നമ്മുടെ സ്വന്തം ഗവർണറാണ് ഈ വർഷം വന്നിട്ടുള്ളത്. അദ്ദേഹത്തിന് കുറേ കാഴ്ചപ്പാടുണ്ട്. ഈ വർഷം കാസർഗോഡ് ജില്ലയിൽ ലയൺസിൻ്റെ വലിയ പ്രൊജക്റ്റുകൾ വരാൻ വേണ്ടി പോകണം. അദ്ദേഹം ഇതുവരെ കാസർഗോഡ് ജില്ലയ്ക്ക് എന്ത് കിട്ടി? ലയൺസിൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് കിട്ടി? ഒന്നും കിട്ടിയില്ല. എത്ര കൊല്ലമായി ലയൺസ് പ്രവർത്തിക്കുന്നു? ഈ വർഷം കാര്യമായ കോടികളുടെ പ്രോജക്റ്റ് വരുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നത്. 8 കോടി ചെലവിട്ടിട്ട് നമ്മളൊരു ആശുപത്രി ഉണ്ടാക്കിയിട്ടുണ്ട് വയനാട്. അതിനോട് കടപിടിക്കുന്ന ഒരു പ്രൊജക്റ്റ് വരുന്നു ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഞങ്ങളെല്ലാവരും അദ്ദേഹത്തിനോട് റിക്വസ്റ്റ് ചെയ്യുന്നു, അങ്ങനെ ഉണ്ടാവട്ടെ. ചന്ദ്രഗിരി അതോടൊപ്പം ചേരാൻ സാധിക്കട്ടെ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. വേറെ ഒരു കഥയോ കവിതയോ ഒന്നുമില്ല. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, പുതിയ പ്രസിഡന്റ് ഷാഫി നാലപ്പാട്, ഗവർണർ എലക്ടഡ് ടൈറ്റസ് തോമസ് MJF, ഞാൻ കൂടുതലൊന്നും ഇവിടെ പറയുന്നില്ല, സമയം വളരെ വൈകിയിരിക്കുന്നു. എന്നാലും 1-2 ചെറിയ വാക്കുകൾ പറഞ്ഞു നിർത്താം. 10 വർഷം മുമ്പ് ഒരു ക്ലബിൽ പോലും അതുവരെ അംഗമാകാത്ത ഒരു വ്യക്തിയെ വെച്ച് തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് ലയൺസ് ക്ലബ്ബ് ഓഫ് ചന്ദ്രഗിരി. അതിൻ്റെ ചാർട്ടർ പ്രസിഡന്റ് ഞാൻ തന്നെ ആയിരുന്നു. എനിക്ക് തന്നെ ഡൗട്ടുണ്ടായിരുന്നു ആ വർഷം തന്നെ ഇത് പൂർത്തിയാക്കാൻ പറ്റുമോ എന്നത്. പക്ഷേ 10 വർഷമായി ഇത് 11 വർഷത്തിലേക്ക് നീങ്ങുകയാണ്. പല നല്ല പ്രവൃത്തികളും സമൂഹത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. കൂടാതെ ഒരു വർഷം ഡിസ്ട്രിക്റ്റിൽ എന്ന് വെച്ചാൽ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മാഹി ഉടനടുക്ക് ഡിസ്ട്രിക്റ്റിൽ നമ്മുടെ വേണു സാർ പറഞ്ഞ മാതിരി ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ ഒരു ക്ലബ്ബായിരുന്നു ഇത്. ആ സമയത്ത് ചാർട്ടർ പ്രസിഡന്റ് എന്ന നിലയിൽ സന്തോഷത്തിൻ്റെ ഉന്നത ശ്രേണിയിൽ ഞാൻ വിരമിച്ചിരുന്നു. പിന്നെ ഈ പുതിയ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ എല്ലാം വളരെ നന്നായി പ്രവർത്തിക്കുന്ന, കാസർഗോഡ് നന്നായി പ്രവർത്തിക്കുന്നവരാണ്. അതുപോലെ ഡിസ്ട്രിക്റ്റിൻ്റെ ഓഫീസർമാർ, എനിക്ക് വളരെ കൂടുതൽ പറയണമെന്നുണ്ടായിരുന്നു ടൈറ്റസ് തോമസ് സാറിനെ പറ്റിയും വേണുവിനെ പറ്റിയും ഗോപി സാറിനെ പറ്റിയും വളരെ നന്നായി ഒരുപാട് പറയാനുണ്ട്. ഗോപി സാർ എന്ന് വെച്ചാൽ സമാധാനത്തിൻ്റെ ദൂതൻ എന്ന് പറയാം. ഇന്ന് വരെ എനിക്ക് അനുഭവമായിട്ടുണ്ട്. അത്രയും നല്ലൊരു മനുഷ്യൻ നമുക്ക് കിട്ടുക എന്നത് വളരെ ബുദ്ധിമുട്ടാണ്. വേണു സാർ എന്ന് വെച്ചാൽ 10-40 വർഷത്തെ പരിചയമുണ്ട് വേണുമായിട്ട്. എല്ലാ കാര്യങ്ങളും വളരെ സ്ട്രിക്റ്റാണ്. പക്ഷേ എല്ലാ കാര്യം പറഞ്ഞാൽ ജലീൽ കസാരയില്ല, നമ്മൾക്ക് ചെയ്യാം, പ്രശ്നമില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ സംഭവത്തിൻ്റെ അടുത്തെത്തുമ്പോൾ വളരെ സ്ട്രിക്റ്റായിരിക്കും. പിന്നെ ബാക്കി എനിക്കൊരു ദൗർബല്യമുണ്ട്. അതേ ദൗർബല്യം വേണു സാറിനുമുണ്ട്. എന്താണെന്ന് വെച്ചാൽ സമയം കീപ്പ് ചെയ്ത് കളയും. ഏത് പരിപാടി ഉണ്ടെങ്കിലും ഏത് മീറ്റിങ്ങുകളും സമയത്തെത്തി കളയും. അത് നമ്മളെ സംബന്ധിച്ചോളം, കാസർഗോഡെ സംബന്ധിച്ചോളം പറ്റാത്തൊരു പരിപാടിയാണ്. അപ്പോൾ ഇനി നമ്മുടെ മെമ്പേഴ്സ് എന്ത് മീറ്റിംഗ് ഉണ്ടെങ്കിലും സമയത്ത് തന്നെ വരണമെന്നും എല്ലാ പരിപാടിയും സമയത്ത് തന്നെ തുടങ്ങണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾ പാലിക്കുമല്ലോ. അവസാനമായിട്ട് ഞാൻ നിർത്താം. എനിക്ക് 2 മിനിറ്റേ സമയമുള്ളൂ. നിർത്തിനും കാലഘട്ടത്തിൻ്റെ കറുത്ത കരങ്ങൾ കൊണ്ട് മായ്ക്കാൻ പറ്റാത്ത മനോഹരമായ അജന്ത എല്ലോറാഹുകളെ പോലെ മനോഹരമായ ശില്പങ്ങൾ അവിടെ ഉണ്ടെങ്കിലും അധിപതരെ എല്ലാവരുടെയും ഓർമ്മയുണ്ട്. അതുമാതിരി അടുത്ത വർഷം തങ്കലികളാൽ എഴുതപ്പെടുന്ന സംഭവങ്ങൾ ഉണ്ടാകട്ടെ എന്നും ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് ലാണേഴ്സ്. Thank you so much, sir.
Now I would like to invite Lion Farouk Kasmi onto the podium, please. Respected Chairman of this installation meeting, Lion Shafi Nalapad, our distinguished Governor, the most vibrant, the person who always keeps his promise and very strict about the protocol and the proceedings, Lion Titus Thomas, my good friend who prizes us in a very high level, Lion Venugopal MJF. I skip the name of our beloved Cabinet Secretary, Lion MJF Gobi, our prestigious member. So I would like to point out before Mr. Governor that we have so many prestigious members among us. One among is Mr. MP Mohammad Shafi. I think you may heard about him. He is a very eminent business person. He is an NRI. He has bagged several awards in his life. He is around 87 years old. And Mr. Musa Sharif is one of the most vibrant navigator of this car rally. Right now, tomorrow, day after tomorrow, he is going to, suppose he is scheduled to go to South Africa. And we have so many eminent members among us as members. പക്ഷേ ഇതിനൊരു കുഴപ്പമെന്നുള്ളത് എല്ലാ അംഗങ്ങളും എല്ലാ യോഗത്തിലും ചിലപ്പോൾ എത്തിച്ചേരാറില്ല. അതുകൊണ്ട് നമ്മളെ പ്രിയപ്പെട്ട ഗവർണർ സൂചിപ്പിച്ച പോലെ ഈ നടപടിക്രമങ്ങൾ ചിലപ്പോഴും പറഞ്ഞ് പൂർത്തീകരിക്കാൻ കഴിയാറില്ല. ലയൻസ് എന്ന് പറഞ്ഞാൽ ലിബർട്ടി, ഇൻ്റലിജൻസ്, ഓൺ നാഷണൽ സേഫ്റ്റി എന്നുള്ള ഒരു മാറ്റായ മുദ്രാവാക്യം മുന്നിൽ കണ്ടുകൊണ്ട് ഈ പറഞ്ഞ രീതിയിൽ ഉപചാരങ്ങളോ പറഞ്ഞ രീതിയിൽ ഈ വലിയ സമ്മർദ്ദങ്ങളുള്ള അന്താരാഷ്ട്ര തലത്തിലുള്ള ഈ നടപടിക്രമങ്ങൾ ചിലപ്പോഴൊക്കെ സ്കിപ്പായി പോകാറുണ്ട്. കാരണം അതൊരു സ്നേഹത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ ഡിസ്ട്രിക്ട് 318 ഉണ്ടായ ഒരുപാട് അപചയങ്ങളുണ്ട്. അത് തുറന്നുകൊണ്ട് ശരിയല്ല. അത് ഞങ്ങളെ ക്ലബിന് കിട്ടാനുള്ള പൈസ എപ്പോഴും കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ തീർച്ചയായിട്ടും ഇനി വരുന്ന ഈ വർഷങ്ങളിൽ പ്രിയപ്പെട്ട ഗവർണർ ശ്രദ്ധിക്കുമെന്ന് 100% ഉറച്ചു വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾ ക്യാ ഹെ ദസ്തൂർ ദുനിയാ ഖുദാര മർത്തേ ദം തക് കിസി ने न पूछा बात मरने को मैयत को अपनी लोग अपने कंधे पे उठाए हुए हैं. അതായത് ജീവിച്ചിരിക്കുന്ന മനുഷ്യനോട് നിങ്ങൾക്ക് എന്താണ് കുഴപ്പം, എന്താണ് ബുദ്ധിമുട്ട്, എന്താണ് പ്രയാസം ചോദിക്കാതെ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ശവമഞ്ച തൊള്ളിയേറ്റാൻ വേണ്ടിയുള്ള ധൃതി കൂടുന്ന മനുഷ്യർക്കിടയിൽ വ്യത്യസ്തനാവണമെന്നുള്ള ഒരു അമിതമായ ആഗ്രഹമാണ് തീർച്ചയായും നിങ്ങൾ ഈ ഒരു മഹത്തായ ഈ പ്രസ്ഥാനത്തിൽ തുടരാനും ഇതിൻ്റെ ഭാഗമാക്കാനും ഒരു വളരെ 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 അഹങ്കാരത്തോടു കൂടി ഈ വിഷയം എല്ലാവരുടെ മുമ്പിലും പ്രചരിപ്പിക്കാനും നേരത്തെ പ്രിയപ്പെട്ട നസീർ സൂചിപ്പിച്ച പോലെ ഞങ്ങൾ ക്ലബ്ബ് ആരംഭിച്ച ശേഷം 9-ാം ക്ലബ്ബ് പുതിയ ക്ലബ്ബുകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഒരു ക്ലബ്ബിന് ഈ പറഞ്ഞ മികച്ച നേട്ടങ്ങൾ നിലനിർത്താൻ സാധിച്ചിട്ടില്ല. ഏതായിരുന്നാലും നമ്മുടെ പ്രിയപ്പെട്ട വേണു സൂചിപ്പിച്ച പോലെ നല്ല പ്രവർത്തികൾക്ക് ഞങ്ങളുടെ ഒരു നല്ല അഭിനന്ദനം ലഭിച്ചിട്ടുണ്ട്. എൻ്റെ കാലഘട്ടത്തിൽ ആരംഭിച്ച ഡയാലിസിസ് ആണെങ്കിലും നമ്മൾ പ്രിയപ്പെട്ട നൗഷാദിൻ്റെ കാലത്ത് നമ്മൾ തുടങ്ങാൻ പറ്റിയ ആംബുലൻസ് സർവീസ് ആണെങ്കിലും ഏത് വിഷയങ്ങളും ഇനിയും ഒത്തൊരുമിച്ചുകൊണ്ട് മുമ്പോട്ടുണ്ടാവും. ലയൺസ് പ്രസ്ഥാനത്തിൻ്റെ യശസ്വി അതിൻ്റെ പ്രശസ്തിക്ക് കോട്ടം വരുന്ന ഒരു പ്രവൃത്തിയും ഞങ്ങളെ ഭാവിയിൽ ചെയ്യില്ല എന്നുള്ള ഉറച്ചു വശം ഞങ്ങൾക്ക് ഏവർക്കുമുണ്ട്. ഇനി വരുന്ന കാലഘട്ടം തീർച്ചയായിട്ടും നാട്ടുകാരെ നിങ്ങളുടെ സഹകരണവും നിങ്ങളുടെ പ്രോത്സാഹനവും നിങ്ങളുടെ സാന്നിധ്യവും ചടങ്ങുകളുണ്ടാവണമെന്ന് ഒരിക്കൽ കൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you so much, sir. Next, I would like to invite Lion Srigandan onto the podium, please. ആദരണീയനായ യോഗാധ്യക്ഷൻ, അതുപോലെ തന്നെ ഇന്നത്തെ വിശിഷ്ട വ്യക്തി, വിശിഷ്ടാതിഥി ഗവർണർ ഇലക്ട്, അതുപോലെ ഔട്ട് ഗോയിങ് പ്രസിഡന്റ്, വേദിയിലിരിക്കുന്ന ലയൺസ് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, സമയം വളരെ വൈകി. എന്നിരുന്നാലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇന്ന് ഇവിടെ ആകർഷകമായി തോന്നിയൊരു കാര്യം അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ. ലയൻ CT മുസ്തഫ, അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് എക്സലൻ്റ് റിപ്പോർട്ട്. അപ്പോൾ മുസ്തഫയെ ഞാൻ അഭിനന്ദിക്കുന്നു. കൂടാതെ അത് മുഴുവൻ കേൾക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു സങ്കടമുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ പിന്നെ ലയൺസ് ഡിസ്ട്രിക്റ്റിൻ്റെ ഏറ്റവും മികച്ച ക്ലബ്ബുകൾക്ക് പോലും ഇത്ര നല്ലൊരു റിപ്പോർട്ട് ഉണ്ടാവില്ല, ഉറപ്പാണ്. അതുകൂടാതെ ഇതേ റിപ്പോർട്ട് ശരിയായ രീതിയിൽ റിപ്പോർട്ടിങ് നടന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ട്രിക്റ്റിലെ ഏറ്റവും മികച്ച, ഏറ്റവും നല്ല, ഏറ്റവും കൂടുതൽ പോയിൻ്റുള്ള ക്ലബ്ബായി ചന്ദ്രഗിരി വരുമായിരുന്നു. പിന്നെ മറ്റൊന്ന്, ഹൈ പൊട്ടൻഷ്യലിലൊരു ക്ലബ്ബാണ് ചന്ദ്രഗിരി. കഴിഞ്ഞ ദിവസം ഒരു മീറ്റിങ്ങിൽ
വേദിയിലിരിക്കുന്ന നമ്മുടെ ഒരു നേതാവ് തന്നെ എന്നോട് പറഞ്ഞാണ്, നിങ്ങളാണ് ഈ ഡിസ്ട്രിക്റ്റിലെ ഏറ്റവും ധനവാനായ റിച്ചസ്റ്റായ റീജിയണൽ ചെയർപേഴ്സൺ. കാരണം നിങ്ങൾ ചന്ദ്രഗിരി ക്ലബിൻ്റെ RC ആണ് എന്നുള്ളത്. അപ്പോൾ തീർച്ചയായും അടുത്ത വർഷം നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും. നമുക്ക് ചന്ദ്രഗിരി ക്ലബിനെ ഈ ജില്ലയിലെ ഏറ്റവും മികച്ച ക്ലബ്ബായി മാറ്റണം. തീർച്ചയായും നമുക്ക് കൈചേർത്ത് ഒന്നായി തന്നെ പോകാം. എല്ലാവരെയും ഒന്നു ചേർത്ത് എല്ലാവരെയും മാറാണച്ചുകൊണ്ട് എല്ലാവരെയും നമ്മൾ സംരക്ഷിച്ചുകൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. പുതിയ PSTക്ക് എല്ലാ ആശംസകളും തരുന്നു. എൻ്റെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. എല്ലാ മീറ്റിങ്ങുകളും നിങ്ങൾ കഴിയുന്നത്ര എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഒത്തുചേർന്ന് ഒരേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാം. ജയ് ഹിന്ദ്, ജയ് ലയണിസം. Thank you so much, sir. Now I would like to invite Lion Kunnikannan onto the podium, please. യോഗാധ്യക്ഷൻ ലയൻ ഷാഫി നാലപ്പാട്, റെസ്പെക്റ്റഡ് ഗവർണർ ലയൻ ടൈറ്റസ് തോമസ് NJF, സ്റ്റേജിലും സദസ്സിലുമായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ലയൺ കുടുംബാംഗങ്ങളെ, ആദ്യമായി ഇത്രയും മനോഹരമായ ചന്ദ്രഗിരി ക്ലബിൻ്റെ സോൺ ചെയർപേഴ്സൺ ഡെസിഗ്നേറ്റ് എന്ന പദവിയിൽ ഇവിടെ വേദി പങ്കിടാൻ അവസരം ലഭിച്ചതിൽ ഞാൻ ഏറെ സന്തോഷിക്കുന്നു, ഏറെ അഭിമാനിക്കുന്നു. ഇവിടെ കഴിഞ്ഞ PST ടീം ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. അതിൽ പ്രസിഡന്റ് അബ്ദുൽ നസീർ എന്ന് പറഞ്ഞാൽ എൻ്റെ പഠനകാലത്ത് ക്ലോസ് ഫ്രണ്ടായിരുന്നു. ഇപ്പോഴും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഞങ്ങൾ സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ടീമിൻ്റെ പ്രവർത്തനങ്ങൾക്കും ഞാൻ ആദ്യമായി നന്ദി അറിയിക്കുകയാണ്. പിന്നീട് പറഞ്ഞാൽ അടുത്തത്, ഞാനിതുവരെ ഷാഫി നാലപ്പാട് എന്ന് പേരെടുത്ത് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ആദ്യമായിട്ടാണ് സാഫിച്ചാന്ന് മാത്രമേ ഞാൻ സാഫിച്ചാനെ വിളിക്കലുള്ളൂ. 10-30 കൊല്ലത്തെ പരിചയമാണ് ഷാഫിച്ചായിട്ട്. എൻ്റെ ജോലി സംബന്ധിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം തന്നത് ഉദുമയിലൊരു ഡീലക്സ് ഫർണിച്ചർ ഷോപ്പ് നടത്തിക്കൊണ്ടിരുന്ന ഇപ്പം ഷാഫി നാലപ്പാടായ ഷാഫിച്ചായിരുന്നു. ഷാഫിച്ചയാണ് എൻ്റെ ജോലിയിൽ എന്നെ കൈപിടിച്ച് ഉയർത്തിയത്. അദ്ദേഹം ഇപ്പോൾ ഈ ക്ലബിൻ്റെ പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരുപാട് പടുത്തുയർത്തിയ അദ്ദേഹത്തിൻ്റെ ബിസിനസ് സാമ്രാജ്യം നമ്മുടെ ലയൺസ് ക്ലബ്ബ് ചന്ദ്രഗിരിക്കും ഒരു മുതൽക്കൂട്ടായിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനും ടീമിനും ഞാൻ സോൺ ചെയർപേഴ്സൺ എന്ന രീതിയിൽ ഞാൻ വന്ന് വിളിക്കുമ്പോഴേ ഷാഫിച്ചോട് പറഞ്ഞിട്ടുണ്ട്, എല്ലാ പരിപാടിക്കും എന്ത് തിരക്കുണ്ടെങ്കിലും നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകാൻ പറ്റുന്നില്ലെങ്കിൽ ഈ തിരക്കിൻ്റെ ഇടയിൽ എന്തെങ്കിലും പേപ്പർ വർക്കോ എന്തുണ്ടെങ്കിലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. സ്ഥാപിച്ച അത്രമാത്രം എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കുന്ന ഒരു പ്രസിഡൻ്റാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കൂടെ ഒരു സോൺ ചെയർപേഴ്സൺ എന്ന നിലയിൽ വർക്ക് ചെയ്യാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. അപ്പം പുതിയ ടീമിന് നല്ല വർക്കുകൾ ഇതിനേക്കാളും കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതിനേക്കാളും നന്നായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവട്ടെ എന്ന് പുതിയ ടീമിനെ ഞാൻ ആശംസിക്കുന്നു. അതുകൂടാതെ ഞാനിവിടെ ആദ്യമായി ഈ ഹോളിലേക്ക് ആദ്യമായി കയറി വന്നത് ഞാനായിരുന്നു. അപ്പോൾ എന്നെ സ്വീകരിച്ചത് എൻ്റെ ഒരു സ്റ്റുഡൻ്റാണ്. ആ സ്റ്റുഡൻറ്റ് ഇവിടുന്ന് പ്രസിഡൻറ്റിൻ്റെ അവാർഡ് വാങ്ങുന്നത് ഞാൻ കണ്ടു. അവനെപ്പറ്റി എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അത് മജീദ് വെണ്ടിച്ചാലാണ്. അവൻ എൻ്റെ സ്റ്റുഡൻ്റാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു എന്താ പറയുക, അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചന്ദ്രഗിരി ക്ലബിന് ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും. അടുത്ത ഒരു വർഷത്തേക്ക് നമ്മുടെ ഗവർണർക്ക് സപ്പോർട്ട് ചെയ്യാൻ. അതിൻ്റെ ഇടയിൽ ഒന്നും കൂടി ഞാൻ പറഞ്ഞോട്ടെ, നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഇടയിൽ നമ്മളെല്ലാവരും MJF എന്ന് പറഞ്ഞു കേട്ടു. അതൊരു ജീവകാരുണ്യ പ്രവർത്തനമാണ്. അടുത്ത കൊല്ലം ചന്ദ്രഗിരി ക്ലബിലും കുറച്ച് MJF ഉണ്ടാവണം എന്നുകൂടി എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ആശംസകൾ. Respected chairperson of this function, ഷാഫി നാലപ്പാട്, വേദിയിലെ മറ്റു നേതാക്കളെ, ബഹുമാനപ്പെട്ട ഡിസ്ട്രിക്ട് ഗവർണർ, പ്രിയപ്പെട്ട പാസ്റ്റ് പ്രസിഡൻസ്, എൻ്റെ മുമ്പിലിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, ഒരുപാട് പ്രസംഗങ്ങൾക്ക് കേട്ട് മടുത്ത് മുഷിഞ്ഞ് ഉറക്ക് വന്നിരിക്കുന്നൊരവസ്ഥയിലേക്ക് ഞാൻ അധിക പ്രത്യാശകളൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നിരുന്നാലും ലയൺസ് ക്ലബ് ഓഫ് ചന്ദ്രഗിരി അതിൻ്റെ 11ാമത്തെ
ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാസർഗോഡ് സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ നേരത്തെ ഇവിടെ ആരോ പ്രസംഗത്തിൽ പറയുന്നത് കേട്ടു, ലയൺസ് ക്ലബ്ബ് എന്ന് പറയുമ്പോൾ സാധാരണ കുറേ ഡോക്ടർമാരും കുറേ റിട്ടയർഡായ കുറേ ഉദ്യോഗസ്ഥന്മാരും നല്ല ഇൻസൈഡാക്കി നല്ല ബെൽറ്റെല്ലാം കെട്ടി ഒരു വൈകുന്നേരം ഇങ്ങനെ കൂടുന്നൊരു ക്ലബ്ബ് എന്നായിരുന്നു ആദ്യം വിചാരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും എനിക്ക് തോന്നുന്നത് ലയൺസ് ക്ലബ്ബ് ഓഫ് ചന്ദ്രഗിരി വരുന്നത് വരെ ആരും ലയൺസ് ക്ലബ്ബിനോടൊരു അടുപ്പം പുലർത്താതിരുന്നത്. കാരണം അതൊരു ഹൈ സൊസൈറ്റി ക്ലബ്ബ് എന്നുള്ള ഒരു നിലവാരത്തിൽ അങ്ങനെയുള്ളൊരു ചിന്താഗതി എനിക്ക് തോന്നുന്നത് ഒരു തെറ്റിദ്ധാരണ പൊതുസമൂഹത്തിൽ ഉണ്ടായിരുന്നു. ലയൺസ് ക്ലബ്ബ് ഓഫ് ചന്ദ്രഗിരി കാസർഗോഡ് ഉടലെടുത്ത ശേഷം വന്ന ശേഷം അതിൻ്റെ മറ്റും ഭാവവും മാറി ചെറുപ്പക്കാർ വളരെ യങ്സ്റ്റേഴ്സായിട്ടുള്ള സന്നദ്ധ ഭടന്മാരായിട്ടുള്ള ജീവകാരുണ്യ രംഗത്ത് പൊതുസമൂഹത്തിനോട് പ്രതിബദ്ധതയുള്ള ഒരു ചെറുപ്പക്കാർ ഇവിടെ നിറഞ്ഞാടുകയായിരുന്നു കഴിഞ്ഞ കാലഘട്ടത്തിൽ. ഞങ്ങൾ തുടങ്ങിയത് 11 വർഷങ്ങൾക്ക് മുമ്പ്. ആ സമയത്ത് ആ തുടക്കത്തിൻ്റെ 2-3 വർഷം കഴിഞ്ഞ ശേഷം ഇവിടെ മഹാമാരി കോവിഡ് വന്നു. കോവിഡ് വന്നപ്പോഴുണ്ടായുള്ള സംഭവമൊക്കെ എല്ലാവർക്കും പറയാൻ അക്കാര്യത്തിൽ പോയി ഞങ്ങളെ മുഷിപ്പിക്കുന്നില്ല. പരസ്പരം കാണുമ്പോൾ തന്നെ പേടിച്ചിരുന്ന കാലഘട്ടം, നിഴലിനെ പോലും പേടിച്ചിരുന്നൊരു കാലഘട്ടത്തിൽ അന്നായിരുന്നു ലയൺസ് ക്ലബ്ബ് ഓഫ് ചന്ദ്രഗിരി അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ നിന്ന് പ്രവർത്തിച്ചത്. ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെ സൂചിപ്പിച്ച പോലെ ആംബുലൻസ്, അതുപോലെ തന്നെ ഡയാലിസിസ്, തുടർച്ചയായിട്ട് ഡയാലിസിസ് 3-4 മെഷീൻ വെച്ചുകൊണ്ട് ഞങ്ങൾ തുടർച്ചയായിട്ട് അതിലൊരു ഡയാലിസിസ് ഒഴിഞ്ഞ് ഒരാൾക്ക് അവസരം, ഒരു രോഗി ഒഴിഞ്ഞ് രോഗി അവസരം കൊടുക്കണമെങ്കിൽ ആ രോഗി മരിക്കണം. അങ്ങനെയുള്ള അവസ്ഥയിൽ വളരെ ഷെഡ്യൂളായിട്ട് വളരെ കൃത്യമായി തന്നെ ആ പരിപാടിയൊക്കെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് സമൂഹത്തോടുള്ള പ്രതിബദ്ധതയാണ് ഞങ്ങളുടെ പ്രതിബദ്ധതയാണിത്. മാത്രമല്ല ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതിലാരും ഫണ്ട് ഞങ്ങൾക്ക് ലയൺസ് ക്ലബ്ബിൽ നിന്നോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ നിന്നോ ഞങ്ങൾ പിരിച്ചെടുക്കുന്നതല്ല. ഈ മെമ്പേഴ്സ് മാത്രം എടുത്തുകൊണ്ട് ചെയ്യുന്ന ഒരു ഇതാണ്. ഒരു മറ്റുള്ള ക്ലബ്ബിൽ അപേക്ഷിച്ച് ഇവിടെ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുമ്പോൾ വെറും 365 ദിവസം മാത്രമാണ് അയാൾക്ക് കൊടുക്കുന്നത്. മറ്റൊരു സംഘടന പോലെയോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി പോലെയോ പിടിച്ച് വലിച്ചിറക്കുന്നവരെ ഇരിക്കുക എന്ന ഇതൊന്നും നമ്മുടെ ഇതില്ല. ലയൺസ് ക്ലബ്ബിൽ 365 ദിവസം, ആ 365 ദിവസം അവനക്ക് എന്തൊക്കെ പെർഫോം ചെയ്യാൻ പറ്റും, പൊതുസമൂഹത്തിന്, പാവങ്ങൾക്ക്, രോഗികൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ പരമാവധി ചെയ്യാം. അതിന് ഏറ്റവും ഉതകുന്ന, അതിന് സഹായിക്കാൻ കഴിവുള്ള ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള പ്രസിഡൻറ്റും സെക്രട്ടറിയും ട്രഷററുമാണ്. അദ്ദേഹം നയിക്കുന്ന ഒരു ടീമാണ് ലയൺസ് ക്ലബ്ബിൻ്റെ 2026-27 വർഷത്തേക്ക് ഇവിടെ സ്ഥാനമേറ്റെടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾക്ക് തന്നിട്ടുള്ള പിന്തുണ ഇവർക്കും കാസർഗോഡിൻ്റെ പൊതുസമൂഹത്തിൽ ലഭിക്കും എന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട്. ഇവിടെ ഈ ലയൺസ് ക്ലബ്ബിൻ്റെ ഇതുവരെ നടന്ന ഇൻസ്റ്റലേഷൻ പരിപാടികളൊക്കെ എല്ലാം വളരെ താജിലും താജിലും ലളിതത്തിലുമൊക്കെ നമ്മൾ നടത്തിയിരുന്നു. ഇതിപ്പോൾ വളരെ, കാരണം ഗവർണർക്ക് വേണ്ടിയാണ് ഇവിടെ, ഗവർണർ സൂചിപ്പിച്ചു. കാരണം ഇവിടെ പരിപാടിയിൽ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല. കാരണം ഗവർണർക്ക് വേണ്ടി ഗവർണർ ഡേറ്റ് 26-ാം തീയതി മാത്രമേ ഗവർണർ അവൈലബിൾ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഗവർണർക്ക് വേണ്ടി നമ്മുടെ പ്രിയങ്കരനാണ്. ഗുഡ് ഈവനിങ് ഓൾ. റെസ്പെക്റ്റഡ് ചെയർമാൻ പ്രിയപ്പെട്ട ഷാഫിച്ച, അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ഗവർണർ ടൈറ്റസ് തോമസ് അവர்கள், പ്രിയപ്പെട്ട ലയൺസ് ലീഡേഴ്സ്, വളരെ വൈകിയിരിക്കുകയാണ്. കുട്ടികളടക്കം ഇവിടെയുണ്ട്. ഭക്ഷണം കഴിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അവസാന സ്പീച്ചുമാണ്. കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. നമുക്കറിയാം പുതിയ ടീമിനെ കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ പ്രിയപ്പെട്ട ലീഡേഴ്സൊക്കെ പ്രിയപ്പെട്ട ഷാഫിച്ചാനെ കുറിച്ച് കൃത്യമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഷാഫിയെ നെല്ലിക്കുന്നു നമുക്കറിയാം. പത്രമാധ്യമ ലോകത്ത് തന്നെ നമുക്ക് കാസർഗോഡ് ജില്ലയ്ക്ക് നൽകിയ ഒരു സംഭാവനയാണ് ഷാഫിയെ നെല്ലിക്കുന്നത്. അതുപോലെ തന്നെ ഷാഫിച്ച കലാകായിക മേഖലയിൽ നിറസാന്നിധ്യമാണ്. ഇതിനൊക്കെ ഓർഗനൈസിങ് ചെയ്യാൻ പ്രിയപ്പെട്ട BRQ മുസ്തഫ കൂടെ ഉണ്ടാകുമ്പോൾ ഈ കമ്മിറ്റി വളരെ സ്ട്രോങ് ആണ്, യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ ഇന്നത്തെ ഈ പ്രോഗ്രാം ഡയറക്ടർ എന്ന രീതിയിൽ പ്രിയപ്പെട്ട ഷെരീഫ് ചാൻ, കാപ്പിൽ ഷെരീഫ് ചാനെ പറയാതെ വയ്യ. കാരണം 2-3 പ്രാവശ്യം ഞാൻ ഈ പ്രോഗ്രാം ഡയറക്ടറായ ആളാണ്. ഇത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ പ്രോഗ്രാം ഡയറക്ടർ ഓർഗനൈസിങ് ചെയ്യാന്ന് വെച്ചാൽ വളരെ പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ ഡിസ്ട്രിക്ട് ഗവർണറുടെ ശ്രദ്ധയിൽ എനിക്കൊരു ചുരുങ്ങിയ കാര്യം സൂചിപ്പിക്കാനുള്ളത്, ചന്ദ്രഗിരി ക്ലബ്ബ് എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് തന്നെയാണ് പൊതുവെ സഞ്ചരിച്ച് പോകുന്നുള്ളത്. ചില അപാകതകൾ, അത് പ്രോഗ്രാമിൽ അപ്പോഴപ്പോൾ ഉണ്ടാകുന്ന ചില പ്രയാസങ്ങളുടെ കൊണ്ടാണ് ഈ ഷെഡ്യൂളിൽ ചെറിയ മാറ്റങ്ങൾ വരുമ്പം അതിൻ്റെ സിസ്റ്റം തെറ്റുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾക്കുണ്ടായ, ഡിസ്ട്രിക്ട് ഗവർണർക്കുണ്ടായ പ്രയാസത്തിൽ ചന്ദ്രഗിരി ലയൺസ് ക്ലബ്ബിന് വേണ്ടി ഖേദം പ്രകടിപ്പിക്കുകയാണ് ഈ അവസരത്തിൽ. തീർച്ചയായിട്ടും താങ്കളെപ്പോലുള്ള ഒരാൾ ഡിസ്ട്രിക്ട് ഗവർണറായി വരുമ്പോൾ, കാരണം അദ്ദേഹത്തെ നമുക്കറിയാം, ടൈറ്റസ് തോമസ് അവരുടെ മുഖം നോക്കിയാൽ നമുക്കറിയാം അദ്ദേഹം ഒരു നിഷ്കളങ്കതയുടെ പര്യായമാണ്. കാരണം അദ്ദേഹം എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ടുണ്ടാവും. അപ്പോൾ അദ്ദേഹം വളരെ സ്ട്രിക്റ്റായിട്ട് ഇവിടെ ഒരു കാര്യങ്ങൾ സൂചിപ്പിക്കും. ഞാൻ തന്നെ ഷോക്കായിപ്പോയി. കാരണം എന്താണെന്നറിയാതെ, കാരണം അത് സിസ്റ്റം ചെറിയ രീതിയിലൊരു മിസ്റ്റേക്ക് വന്നതാണ്. ലയൺസ് ക്ലബ്ബ്
പൊതുവെ 5 സ്റ്റാർ ഹോട്ടലുകളിലാണ് പൊതുവെ പരിപാടികളൊക്കെ മുൻകാലങ്ങളിലൊക്കെ വെച്ചിട്ടുള്ളത്. മാതൃകാപരമായ പ്രവർത്തനങ്ങൾ പ്രോഗ്രാമിലുടനീളം കാഴ്ചവെച്ച ക്ലബ്ബ് കൂടിയാണ് ചന്ദ്രഗിരി ക്ലബ്ബ്. സേവന രംഗത്ത് പ്രത്യേകമായ അടയാളപ്പെടുത്തലുണ്ടായ ഒരു ക്ലബ്ബാണ് ചന്ദ്രഗിരി ക്ലബ്ബ്. ആ ക്ലബിനെ നിങ്ങൾ പറയുമ്പോൾ അത്തരം ഉള്ള കാര്യങ്ങൾ കൂടി വേണു സാർ ഇവിടെ സൂചിപ്പിച്ച പോലെ സൂചിപ്പിക്കേണ്ടതുണ്ടായിരുന്നു എന്നുള്ളൊരു വിഷമം കൂടി ഇവിടെ നിങ്ങളുടെ മുമ്പിൽ അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ഇന്ന് നമ്മുടെ ഈ ക്ലബിന് ഇങ്ങനെ ഒരു ടീമിനെ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഇങ്ങനെ ഒരു ടീം ഇവിടെ നമുക്ക് ഇനി കാസർഗോഡ് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. അതുപോലെ കഴിഞ്ഞ 2 വർഷം 2 കാലയളവിലാണ് പ്രിയപ്പെട്ട നസീർ ഷാ ഈ ക്ലബിനെ നയിച്ചത്. അദ്ദേഹം ഇന്ന് ഒഴിയുകയാണ്. അദ്ദേഹം തന്നെ കാസർഗോഡിന് പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തിത്വമാണ്. കൂടുതൽ സംസാരിക്കുന്നില്ല, വൈകിയിരിക്കുകയാണ്. എന്ന് നന്ദി മാത്രമാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ട ഷാഫി ചാക്കും അതുപോലെ തന്നെ ഷാഫി നെല്ലിക്കുന്നിനും അതുപോലെ തന്നെ BRK മുസ്തഫാക്കും ഹൃദയത്തിൻ്റെ അകത്തട്ടിൽ നിന്നുള്ള എല്ലാവിധ ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് ലാൻഡീസ്. ഓൾ ഇന്ത്യ ഫെഡറേഷൻ ഓഫ് മാസ്റ്റർ പ്രിൻറ്റേഴ്സ് ദേശീയ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുത്ത ലയൺ മുജീബ് അഹമ്മദിനുള്ള അനുമോദനവും ഒരു ആദരവുമാണ് ആദ്യം ഇവിടെ നടക്കുന്നത്. അതിനു വേണ്ടിയിട്ട് I would like to invite, to hand over the award, I would like to invite Lion Titus Thomas, MJF, District Governor. Please put your hands together for Mujib Ahmad. Thank you so much. ബഹുമാനപ്പെട്ട ഡിസ്ട്രിക്ട് ഗവർണർ, ലയൺസ് ക്ലബ്ബ് ഓഫ് ചന്ദ്രഗിരിയുടെ പ്രസിഡന്റ് ഷാഫി നാലപ്പാട്, മറ്റ് വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, മറ്റു ലയൺസ് ക്ലബ്ബ് മെമ്പർമാരെ, വീണ്ടും 3 വർഷങ്ങൾക്ക് ശേഷമാണ് ചന്ദ്രഗിരി ലയൺസ് ക്ലബിൻ്റെ സെക്രട്ടറി എന്ന ഉത്തരവാദിത്വം എന്നെ വീണ്ടും തേടി വരുന്നത്. ഇതൊരു പദവിയായിട്ടല്ല, മറിച്ച് സമൂഹത്തെയും നമ്മുടെ ക്ലബിനെയും കൂടുതൽ മികച്ച രീതിയിൽ സേവിക്കാനുള്ള ഒരു വലിയ നേട്ടമായിട്ടാണ് ഞാൻ കാണുന്നത്. ചന്ദ്രഗിരി ലയൺസ് ക്ലബ് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കാസർഗോഡിൻ്റെ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ രംഗത്ത് സമാനതകളില്ലാത്ത പ്രവർത്തനം നടത്തിയ ഒരു സംഘടനയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ ഇവിടെ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ഭാരവാഹികൾ ഈ ക്ലബിനെ വളരെ ഉയരങ്ങളിൽ എത്തിച്ചിട്ടുണ്ട് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഏതായാലും എൻ്റെ വാക്കുകൾ നീട്ടുന്നില്ല. എൻ്റെ കർത്തവ്യം നന്ദി പ്രകാശനമാണ്. അതിലേക്ക് കിടക്കുന്നു.